വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു ഗാനം നാം ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ രക്ഷക, എൻ ദൈവമേ, നിന്നിലായ നാൾ ഭാഗ്യമേ, എന്നുള്ളതിൻ സന്തോഷത്തെ എന്നും ഞാൻ കീർത്തിച്ചിടട്ടെ. പാട്ടുകാരൻ വളരെ അർത്ഥവത്തായിട്ട് അതിൻ്റെ വരികൾ എഴുതുമ്പോൾ ഹൃദയത്തിൽ ഉയർന്നു പോകുന്ന സന്തോഷത്തിൻ്റെ അതിരേകം അല്ലെങ്കിൽ അതിൻ്റെ ആഹ്ലാദം അതൊട്ടും മറച്ചു വെക്കാതെ ക്രിസ്തുവിലായ നാൾ, അത് ഉപയോഗിച്ചിരിക്കുന്ന പദം എന്നെ വല്ലാതെ ആകർഷിച്ചു. നിന്നിലായ നാൾ ഭാഗ്യം. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരും ആദാബിലാണ് ജനിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൽ ജനിക്കുവാനായിട്ട് ലഭിച്ച ഭാഗ്യം എന്ന് പറയുന്നത് അത് അവർണ്ണനീയമാണ്. അതിൻ്റെ സന്തോഷം, എന്നുള്ളത്തിൻ സന്തോഷത്തെ എന്നും ഞാൻ കീർത്തിച്ചിടട്ടെ. പ്രിയമുള്ളവരെ, ഈ രാത്രി സമയം ദൈവജനത്തിന്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ ഈ ധ്യാന ചിന്തകൾ നാം പഠിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ വളരെ ചേർന്ന് നിൽക്കുന്നതാകിയാൽ നമുക്കും ആ പാട്ടുകാരനോട് ചേർന്ന് നമ്മുടെ ഉള്ളത്തിലെ സന്തോഷത്തെ എന്നും കീർത്തിക്കുവാനായിട്ട് ഇടവരുമാറാകട്ടെ. റോമാലേഖനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. അതിന്റെ 8-ാമത്തെ അധ്യായം. വളരെ പരിചിതമായിട്ടുള്ള ഒരു അധ്യായമാണ് റോമാലേഖനം 8-ാം അധ്യായം. ഇത് വായിച്ച് ആസ്വദിക്കാത്ത, വായിച്ച് ചിന്തിക്കാത്ത ഒരു ദൈവ പൈതൽ പോലും ഉണ്ടാകൂ എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ആശയങ്ങളെ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു അധ്യായമായിട്ട് റോമാലേഖനം 8-ാം അധ്യായം ഇരിക്കുന്നു. ഇതിനെ സാധാരണ ദി ഗ്രേറ്റസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ബൈബിൾ എന്ന് അറിയപ്പെടാറുണ്ട്. വേദപുസ്തകത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു അധ്യായമായിട്ട് ഈ അധ്യായത്തെ പരിഗണിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയിൽ ചെയ്യുന്ന വൻ ക്രിയകളെ, നാം അങ്ങനെയാണ് പാടിയത്, വൻ ക്രിയ എന്നിൽ നടന്നു, കർത്തനന്റെ ജ്ഞാനവന്റെ, വൻ ക്രിയകളെ വിശദീകരിക്കുന്ന ഒരു അധ്യായമാണ് ഈ അധ്യായം എന്ന് പറയാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, നോ കണ്ടംനേഷൻ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഈ അധ്യായം അവസാനിക്കുന്നത് നോ സെപ്പറേഷൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. നോ കണ്ടംനേഷൻ എന്ന് തുടങ്ങിയിട്ട് നോ സെപ്പറേഷൻ എന്ന നിലയിൽ അവസാനിക്കുന്ന ഒരു അധ്യായമാണ് ഈ അധ്യായം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തെ വളരെ വിശദമായിട്ട് പഠിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ദൈവമക്കളുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന അധ്യായമാണ്. ഒരുപക്ഷെ ദൈവമക്കൾക്ക് സന്തോഷിക്കുവാനായിട്ട് അനേക വിഷയങ്ങൾ നൽകുന്ന ഒരു അധ്യായമാണ്. ഒരുപക്ഷെ 7-ാമത്തെ അധ്യായം, റോമാലേഖന 7-ാം അധ്യായം പലപ്പോഴും വായിക്കുമ്പോൾ ഉള്ളിൽ കുത്തുകൊള്ളുന്നവരായിട്ട്, ഉള്ളിൽ വേദനപ്പെടുന്നവരായിട്ടും ഞരങ്ങുന്നവരായിട്ടും ഒക്കെ പൗലോസിനോട് ചേർന്ന് വിലപിക്കുന്ന, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന്, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്നുള്ള ആ ഒരു വിലാപം പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളെ വേദനിപ്പിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ ഉത്തരം എന്ത് എന്ന് ഈ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ഒരുപക്ഷെ ഒരു വിലാപത്തിന്റെ അധ്യായമായിട്ട് 7-ാമത്തെ അധ്യായം ഇരിക്കുന്നെങ്കിൽ 8-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഒരു ജയഘോഷത്തിന്റെ, ഒരു വിജയത്തിന്റെ ഒരു ആഹ്ലാദ പ്രകടനമായിട്ട് നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കും. ഈ അധ്യായം മുഴുവൻ ആത്മീക വിജയത്തിന്റെ, സ്പിരിച്വൽ വിക്ടറിയെ കുറിച്ച് മാത്രമല്ല, നിത്യമായിട്ടുള്ള ദൈവത്തിൽ ദൈവമക്കൾക്ക് ലഭ്യമാകുന്ന സുരക്ഷിതത്തെ, സംരക്ഷണത്തെ, ക്രിസ്തുവിൽ ലഭ്യമായിരിക്കുന്ന ആ ഉറപ്പും അതുപോലെ സംരക്ഷണവും, എറ്റേണൽ സെക്യൂരിറ്റി, ദൈവസന്നിധിയിലുള്ള നമ്മുടെ ആ സുരക്ഷിതത്വം വിളിച്ചറിയിക്കുന്ന ഒരു അധ്യായം. ഒരു വിശ്വാസിയുടെ ത്രികാല രക്ഷാ അനുഭവങ്ങളെ വിശദീകരിക്കുന്ന നീതീകരണം, വിശുദ്ധീകരണം, അതുപോലെ ഗ്ലോറിഫിക്കേഷൻ അല്ലെങ്കിൽ മഹത്വീകരണം, ഈ 3 വിഷയങ്ങളും ഒരുപോലെ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു അധ്യായമാണ് ഈ അധ്യായം എന്ന് പറയുന്നത്. മാത്രമല്ല, സാധാരണ പണ്ഡിതന്മാർ ഈ അധ്യായത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവശാസ്ത്രത്തിന്റെ അമൂല്യ നിക്ഷേപമാണ് ഈ 8-ാം അധ്യായം. ദൈവശാസ്ത്രപരമായിട്ടുള്ള വിവിധ വിഷയങ്ങളുടെ ഒരു അമൂല്യ ശേഖരണമായിട്ട് ഈ അധ്യായത്തെ കാണുവാനായിട്ട് സാധിക്കും. നാം പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള അനേക വിഷയങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിൽ, യേശുവിലുള്ളവർക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള ഒരു ദൈവവേദന്റെ യൂണിയൻ, ഐഡന്റിറ്റി വിത്ത് ക്രൈസ്റ്റ്, അതെന്താണ് എന്ന് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം, ലിബറേഷൻ ഇൻ ക്രൈസ്റ്റ്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്.
ദൈവത്തിന്റെ ആത്മാവിന്റെ നിവാസമായിട്ട് വിശ്വാസികൾ എങ്ങനെ മാറുന്നു, ദി ഇൻഡ്വെല്ലിംഗ് ഓഫ് ഹോളി സ്പിരിറ്റ്, അതിനെക്കുറിച്ച് 8-ാം അധ്യായം പ്രതിപാദിക്കുന്നുണ്ട്. അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ലഭ്യമാക്കുന്നതിലൂടെ എങ്ങനെ നാം ദൈവ കുടുംബത്തിൽ ദത്തെടുക്കപ്പെട്ടു, എങ്ങനെ ദൈവസന്നിധിയിൽ അഡോപ്ഷൻ ലഭിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഈ അധ്യായം വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല, മക്കളെങ്കിലോ അവകാശികളാകുന്നു, ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും തന്നെ. ദൈവസന്നിധി അല്ലെങ്കിൽ ദൈവമക്കൾക്കുള്ള അവകാശത്തെക്കുറിച്ച്, ഇൻഹെറിറ്റൻസിനെ കുറിച്ച് ഈ അധ്യായം പറയുന്നുണ്ട്. മാത്രമല്ല, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നു. ഗ്ലോറിഫിക്കേഷൻ ഓഫ് ബിലീവേഴ്സ് അതിവിടെ പറയുന്നുണ്ട്. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ദൈവാത്മാവിന്റെ മധ്യസ്ഥത അല്ലെങ്കിൽ നമ്മോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവിന്റെ അപേക്ഷകളൊക്കെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഒരുപക്ഷെ പ്രാർത്ഥിക്കുവാൻ, ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുവാൻ അറിയാതിരിക്കുമ്പോൾ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമ്മിൽ നിന്നും ദൈവസന്നിധിയിൽ നമ്മുടെ അവസ്ഥകളെ കൊണ്ടുചെന്നെത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഏറ്റവും വലിയ കരുതലിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദി പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു എന്നുള്ള കാര്യം കാണുന്നുണ്ട്. മാത്രമല്ല, ദൈവത്തിന്റെ മുന്നറിവിനെ കുറിച്ച്, അതുപോലെ തന്നെ മുൻ നിയമനത്തെക്കുറിച്ച്, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച്, ദൈവത്തിന്റെ വിളിയെക്കുറിച്ച്, എഫക്റ്റീവ് കോളിനെ കുറിച്ചൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. മാത്രമല്ല, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. ഉയരത്തിനോ ആഴത്തിനോ വരുവാനുള്ളതിനോ ഒന്നിനും തന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരു ദൈവവേദലിനെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. അതായത് എറ്റേണൽ സെക്യൂരിറ്റി, അത് വിശദീകരിക്കും. ഇതെല്ലാം ദൈവശാസ്ത്രപരമായിട്ട് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഈ എല്ലാ വിഷയങ്ങൾക്കും ഒരൊറ്റ അധ്യായത്തിൽ അതിന്റെ വിശദീകരണം കാണണമെങ്കിൽ ഈ അധ്യായത്തിലേക്ക് വന്നേ മതിയാവും. ആ നിലയിൽ ഇത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ഒരു ട്രഷർ തന്നെയാണ്. വലിയ ആത്മീക നന്മകളുടെ ഒരു ശേഖരമായിട്ട് അത് വർത്തിക്കുകയാണ്. നാം പഠിച്ചു വരുന്ന വിഷയം എന്ന് പറയുന്നത് റോമാലേഖനം 6-ാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെ വിശുദ്ധീകരണത്തെ കുറിച്ചാണ്. ആ വിഷയത്തിന്റെ തുടർമാനമായിട്ടുള്ള ഒരു വിശദീകരണമാണ് 8-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 6-ാം അധ്യായം ദൈവവുമായിട്ട് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ ഒരു ദൈവവേദലിന് ലഭ്യമാകുന്ന അനുഗ്രഹീതമായിട്ടുള്ള ഐഡന്റിറ്റി, യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, അതിനെക്കുറിച്ച് വിശദമാക്കുന്നുണ്ട്. 7-ാം അധ്യായത്തിൽ ദി ഓൺഗോയിങ് സ്ട്രഗിൾ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനുദിന എന്ന വണ്ണം അവൻ അനുഭവിക്കുന്ന ഇന്റേണൽ സ്ട്രഗിൾ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ്, അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സാങ്ക്ടിഫിക്കേഷൻ, അതിന്റെ അർത്ഥ തലങ്ങളിൽ അതില് ദൈവമക്കൾക്ക് ലഭിക്കുവാൻ സാധ്യതയുള്ള, ദൈവമക്കൾക്ക് ലഭ്യമാക്കിയിട്ടുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള വിജയത്തെക്കുറിച്ച് ഈ അധ്യായം വിശദീകരിക്കുന്നു. മാത്രമല്ല, മറ്റൊരു നിലയിൽ ഈ അധ്യായത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു വലിയ വിശദീകരണം നമുക്ക് ഇതിനകത്ത് കാണുവാനായിട്ട് സാധിക്കും. ഒരു വിശ്വാസിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ റോൾ എന്താണ്, പരിശുദ്ധാത്മാവ് ഏതൊക്കെ നിലയിൽ സഹായിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് കാണുവാൻ സാധിക്കും. റോമാലേഖനം വായിച്ചു തുടങ്ങിയിട്ട് ഇതുവരെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആകപ്പാടെ ഒരൊറ്റ റെഫറൻസ് മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. 7-ാം അധ്യായം വരെ ആകപ്പാട് ഒരു റെഫറൻസ് ആണ്. അത് 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും അവിടെ മാത്രമേ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു പരാമർശം കാണുന്നു. അതിനുശേഷം 7 വരെയുള്ള അധ്യായങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് മൗനമായിരിക്കുന്നു, അതിനെക്കുറിച്ച് ഒരു പരാമർശവും കാണുന്നില്ല. എന്നാൽ 8-ാമത്തെ അധ്യായത്തിൽ ഏകദേശം 20 പ്രാവശ്യത്തോളം പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ അധ്യായം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളുടെ വിവിധ വിശദീകരണങ്ങളെ നൽകുന്ന ഒരു അധ്യായമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് 8-ാം അധ്യായം വളരെ പ്രാധാന്യം ഉള്ളതാണ്. പരിശുദ്ധാത്മാവിനെ ജീവന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ലൈഫ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല, വാക്ക് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ് അല്ലെങ്കിൽ
ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ടതിന്റെ ആവശ്യകതയെ ഊന്നി പറയുന്നുണ്ട്. മാത്രമല്ല ആത്മാവിനുള്ളത് ചിന്തിക്കുവാനായിട്ട് മൈൻഡ് സെറ്റ് ഓൺ ദ തിങ്സ് ഓഫ് സ്പിരിറ്റ്, ആ നിലയിൽ ആത്മാവിനുള്ളത് ചിന്തിക്കുവാനായിട്ട് ആഹ്വാനം നൽകുന്നുണ്ട്. മാത്രമല്ല ദൈവാത്മാവിനെ ദൈവത്തിന്റെ ആത്മാവെന്നും ക്രിസ്തുവിന്റെ ആത്മാവെന്നും പേര് നാമകരണം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ആത്മാവിനാൽ, നമ്മിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഈ ഗ്ലോറിഫിക്കേഷനകത്ത്, അല്ലെങ്കിൽ നമ്മുടെ തേജസ്കരണത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിന്റെ പങ്ക് വെളിവാക്കുന്നുണ്ട്. അതുകൂടാതെ ജഡത്തിന്റെ പ്രവൃത്തികളെ നാം മരിപ്പിക്കുവാനും ആത്മാവിനെ അനുസരിച്ച് നടക്കുവാനും അല്ലെങ്കിൽ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുവാനും ഈ അധ്യായം ആഹ്വാനം നൽകുന്നുണ്ട്. ആത്മാവിനാൽ നയിക്കപ്പെടുക, ലെഡ് ബൈ ദ സ്പിരിറ്റ്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല ദൈവത്തിന്റെ ആത്മാവ് ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ ആത്മാവോട് സംഭാഷിക്കുന്നു. നീ ദൈവത്തിന്റെ പൈതലാണ്, ദൈവത്തിന്റെ മകനാണ്, മകളാണ് എന്നുള്ള കാര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യപ്പെടുത്തുന്ന ആ ഒരു ഇന്റേണൽ ടെസ്റ്റിമണിയെ കുറിച്ച് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല ആത്മീക ഫലങ്ങൾ ഉളവാക്കുവാനായിട്ട്, അല്ലെങ്കിൽ ആത്മാവിന്റെ പ്രകടനം, അല്ലെങ്കിൽ ആത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ പ്രതികരണങ്ങൾ നമ്മിൽ ഉണ്ടാകണം എന്ന് ഈ 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം, ഇത് ശരിക്കും പറഞ്ഞാൽ ദൈവാത്മാവ് വിശ്വാസിയിൽ ഏതു നിലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ്. ദൈവമക്കൾക്ക് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്, അതെല്ലാ ദൈവമക്കൾക്കും, രക്ഷിക്കപ്പെടുന്ന എല്ലാവർക്കും നൽകിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു വചനഭാഗവും ഈ അധ്യായത്തിലാണ് നമുക്കുള്ളത്. മാത്രമല്ല ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്നുള്ള നിലയിൽ ദൈവമക്കളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് ആത്മനിവാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല ദൈവമക്കൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു. ഞാൻ എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റോമാലേഖനം 8-ാം അധ്യായം എന്ന് പറയുന്നത് ഏതൊരു വിശ്വാസിയും വായിക്കുവാനും പഠിക്കുവാനും അത് ധ്യാനിക്കുവാനും അതിൽ സന്തോഷിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമായിട്ട് ഉദ്ദേശിച്ച് നൽകപ്പെട്ടിട്ടുള്ളതാകിയാൽ വളരെ പ്രാധാന്യത്തോടുകൂടെ ഈ ഒരു അധ്യായത്തെ സമീപിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. റോമാൻ ലേഖനം 7-ാം അധ്യായം ഒരു വലിയ വിലാപത്തോടു കൂടെയാണ് അവസാനിച്ചത്. നമുക്കറിയാം, ഒരു വിശ്വാസി ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന ആ കോൺഫ്ലിക്റ്റുകൾ, ധർമ്മസങ്കടങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ട്. ആത്മാവ് അവനെ പുതിയ സൃഷ്ടിയാക്കി തീർത്തിരിക്കുകയാണ്. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ജഡത്തിൽ ജീവിക്കുന്നിടത്തോളം അവന്റെ അവയവങ്ങളിൽ പോരാടുന്ന ഒരു പ്രമാണമുണ്ട്. അത് പാപത്തിന്റെ പ്രമാണമാണ്. അത് മരണത്തിന് നമ്മെ ബദ്ധനാക്കി കൊണ്ടുപോകുന്ന പ്രമാണമാണ്. അത് ആദാമ്യ പ്രകൃതിയാണ്. അതിന്റെ ടേസ്റ്റ് എപ്പോഴും പാപത്തോടുള്ള ബന്ധത്തിലാണ്. എപ്പോൾ പാപമുണ്ടെങ്കിലും അതിനെ സ്വീകരിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എല്ലാ വിശ്വാസികളിലും ഉണ്ട്. ഇത് തമ്മിൽ അന്യോന്യം എന്തു ചെയ്യുന്നുണ്ട്? ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ പുതിയ സൃഷ്ടിയാണ്, എൻ്റെ അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനാണ്. എന്നാൽ അതൊക്കെ വാസ്തവമായിരിക്കെ തന്നെ പാപത്തോടുള്ള ബന്ധത്തിൽ അതിന്റെ സ്വാധീന വലയത്തിൽ എപ്പോഴും വന്നുപെടുന്ന ഒരു ഭാഗം, ഒരു 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 കാര്യം അവന്റെ ജീവിതത്തിലുള്ളത് കൊണ്ട് എപ്പോഴും ഈ ഒരു പാപത്തോടുള്ള ബന്ധത്തിലുള്ള പോരാട്ടം വിശ്വാസിക്ക് അനുഭവവേദ്യമാകും. അവിടെ ചിലപ്പോഴെങ്കിലും ആ പ്രേരണകൾ വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വിജയിക്കുമ്പോൾ നാം പാപത്തിന് വീഴുന്നു, വിശ്വാസിയിൽ പാപം പ്രവേശിക്കുന്നു. ആ പാപം അവനെ വല്ലാത്ത ധർമ്മസങ്കടത്തിൽ ആക്കുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അബദ്ധവശാൽ ആ നിലയില് പാപത്തിലേക്ക് വഴുതി വീഴുമ്പോൾ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന ഒരു യേശു കർത്താവുണ്ട്. നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവൻ വാദിക്കുന്ന വാദം എന്ന് പറയുന്നത് നമ്മുടെ പാപത്തിന് വേണ്ടിയിട്ട് ക്രൂശിൽ മറുവില യേശു കർത്താവ് ഏറ്റെടുത്തു, അല്ലെങ്കിൽ മറുവില അവൻ നൽകി എന്നുള്ള
ആ വാദമാണ്. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ ആ സാധ്യതയെക്കുറിച്ചുള്ള വാദമാണ് പിതാവിന്റെ സന്നിധിയിൽ നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ രക്ഷിക്കപ്പെട്ട ഏതൊരു വ്യക്തിയെയും സംരക്ഷിക്കുവാനായിട്ട്, പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് സ്വർഗത്തിൽ നമുക്കൊരു മഹാപുരോഹിതൻ ഉണ്ട്. മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനത്തിലൂടെ ആ വ്യക്തിയെ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും ദൈവത്തിലേക്ക് അണയുവാനും പാവബോധത്തെക്കുറിച്ച് അല്ലെങ്കിൽ പാപത്തെക്കുറിച്ച് മാനസാന്തരപ്പെടുവാനും അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ നിലയിൽ വഴി നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, സ്വർഗത്തിൽ നമുക്കൊരു പിതാവുണ്ട്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആറ് എന്ന് ഈ 8-ാമത്തെ അധ്യായത്തിൽ കാണുന്നു. എന്തുകൊണ്ടാണ് ദൈവം, പിതാവായ ദൈവം നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത്? ആ ആനുകൂല്യം എങ്ങനെയാണ് ലഭ്യമാകുന്നത്? സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തരണം. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ പിതാവായ ദൈവം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ ഏകജാതനായ പുത്രനെ, തന്നോട് തുല്യതയുള്ളവനും തന്നോട് ഒപ്പം സമനായിരിക്കുന്ന പുത്രനായ ദൈവത്തെ, ദൈവപുത്രനെ പാപികൾക്ക് വേണ്ടി ക്രൂശിൽ കൈവിട്ട രംഗം പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കുവാൻ സാധ്യമല്ല. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് നിലവിളിക്കുമ്പോൾ മൗനമായിട്ട് മുഖം തിരിച്ചു കളഞ്ഞ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ പുത്രന്റെ ക്രൂശിലെ മരണവും ക്രൂശിൽ അവൻ ഒഴുക്കിയ മറുവിലയുടെ വലിപ്പവും അത് ഏതൊരു വിശ്വാസിയും ദൈവസന്നിധിയിൽ നിർത്തുവാനായിട്ട് പ്രാപ്തമായതാണ്. നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം ചുമത്തുന്നവൻ ആർ എന്നാണ് 8-ാമത്തെ അധ്യായത്തിൽ നാം കാണും. പ്രിയമുള്ളവരെ, ആ നിലയിൽ ഒരു സംഘർഷം വിശ്വാസി അനുഭവിക്കുന്നുണ്ട്. ഈ അധ്യായത്തിലേക്ക്, 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം ശ്രദ്ധിക്കുവാനായിട്ട് പോകുന്നത്. ഈ വാക്യത്തിൽ 1-ാമത്തെ വാക്യം വളരെ പ്രസിദ്ധമായിട്ടുള്ള, വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വാക്യഭാവമാണ്. നമുക്ക് ആദ്യത്തെ 4 വാക്യങ്ങൾ വായിച്ച് കേൾക്കാം. റോമാലേഖനം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ഈ വേദഭാഗങ്ങൾ വളരെ പരിചിതമായിട്ടുള്ള വേദഭാഗം. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഡിവിഷനിലേക്ക് കടന്നിട്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്താം. ഈ 4 വാക്യങ്ങളിൽ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമുക്ക് അഡ്രസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഈ 4 വാക്യങ്ങളിലും ദൈവത്തിന്റെ വ്യക്തിത്വത്തിലെ അല്ലെങ്കിൽ 3 ഘടകങ്ങളും ഒരുപോലെ, അല്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ വിശ്വാസിയുടെ ശുദ്ധീകരണത്തിൽ പങ്കാളിയാകുന്നു എന്നുള്ളതാണ് ഈ 4 വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദി ഫാദർ, ദി സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്, ഈ ട്രയൂൺ ഗോഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വിശ്വാസിയുടെ ശുദ്ധീകരണത്തിൽ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് ജസ്റ്റിഫിക്കേഷൻ ഇൻ ദി സൺ, പുത്രനിൽ ലഭ്യമായിട്ടുള്ള നീതീകരണം, അത് വിശുദ്ധീകരണത്തിന് പ്രോത്സാഹനമായിട്ട് നിലകൊള്ളുന്നു. പുത്രനിലൂടെ ലഭ്യമായിട്ടുള്ള, ക്രിസ്തുവിൽ ലഭ്യമായിട്ടുള്ള നീതീകരണം. രണ്ടാമതായിട്ട് ലിബറേഷൻ ബൈ ദി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ ലഭ്യമാകുന്ന സ്വാതന്ത്ര്യം. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ വിശ്വാസിയെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രത്യേക അനുഭവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. ആത്മാവിന്റെ സ്വാതന്ത്ര്യം, അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. മാത്രമല്ല, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിക്കുന്ന ഒരു പിതാവായ ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ ഈ ഭൂമിയിലേക്ക് പാപം നിമിത്തവും അയച്ചിട്ട് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിക്കുക. ആ ശിക്ഷാവിധിയുടെ, അല്ലെങ്കിൽ യേശു കർത്താവിൽ പാപത്തിന്റെ ശിക്ഷ പിതാവായ ദൈവം ചൊരിഞ്ഞതിലൂടെ ആ ശിക്ഷാവിധി മുഴുവൻ പൂർണ്ണമാക്കി പുത്രന്റെ മേൽ ചുമത്തിയതിലൂടെ ഒരു ദൈവവേദന ലഭ്യമായിരിക്കുന്ന ശുദ്ധീകരണവും അല്ലെങ്കിൽ നീതീകരണവും
മാത്രമല്ല ദൈവസന്നിധിയിൽ അവന് ലഭ്യമാകുന്ന സകലത്തിന്റെയും അടിസ്ഥാനമായിട്ട് അത് വർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളാണ് ഈ 4 വാക്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്നാമതായിട്ട് പുത്രനിൽ ലഭ്യമായിരിക്കുന്ന നീതീകരണം, പരിശുദ്ധാത്മാവിനാൽ ലഭ്യമായിരിക്കുന്ന സ്വാതന്ത്ര്യം, മൂന്നാമത് പുത്രനിൽ ശിക്ഷാവിധി മുഴുവൻ ചുമത്തിയ പിതാവായ ദൈവം. ആ നിലയിൽ വിശ്വാസിയുടെ വിശുദ്ധീകരണത്തിൽ ത്രിയേക ദൈവം അനുകൂലമായിട്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്നും കാണുവാനായിട്ട് സാധിക്കും. ഈ അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തന്നെ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നുള്ള പ്രഖ്യാപനം, അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം. റോമാലേഖനത്തിന്റെ തീം എന്ന് പറയുന്നത് നമുക്കറിയാം. 1-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനും രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാകുന്നുവല്ലോ, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസ ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഈ ഒരു തീമിനെ ആസ്പദമാക്കി ചർച്ചകൾ തുടങ്ങിയിട്ട് അതിന്റെ ഏറ്റവും അത് പുരോഗമിച്ച് വന്നിട്ട് 8-ാം അധ്യായത്തിൽ വന്നിട്ട് ആ ചർച്ചയുടെ ഒരു സമാപ്തിയിലേക്ക് എത്തുകയാണ്. 1-ാം അധ്യായം ആ ചർച്ച തുടങ്ങുമ്പോൾ സകല മനുഷ്യരും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരാണ് എന്ന് തെളിയിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. 3-ാം അധ്യായം 19-ാം വാക്യം അതിന്റെ കൺക്ലൂഷനിൽ ഇങ്ങനെ പറയുകയാണ്: അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമാരായി തീരേണ്ടതത്രേ. സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീരേണ്ടതത്രേ. അതായത് സകല മനുഷ്യരും, എല്ലാവരും, ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആർ അണ്ടർ കണ്ടംനേഷൻ. ദൈവത്തിന്റെ പാപത്തിന്റെ മേലുള്ള ന്യായമായിട്ടുള്ള ശിക്ഷയ്ക്ക് സകല മനുഷ്യരും ഒരുപോലെ പാത്രീഭൂതരാണ്. അതിൽ നിന്ന് ആർക്കും എസ്കേപ്പ് ചെയ്യാൻ സാധ്യമല്ല. സർവ്വലോകവും എന്ന് പറയുമ്പോൾ യഹൂദനാകട്ടെ, യവനാകട്ടെ, ധാർമ്മികനാകട്ടെ, അധാർമികനാകട്ടെ, ഏത് ജാതി, വർഗ, മത, ഭാഷ, വൈജാത്യങ്ങളൊക്കെ അത് പരിഗണിക്കാതെ സകല മനുഷ്യരും ഒരുപോലെ ശിക്ഷായോഗ്യരായിട്ട് തീരും. ഒരുപോലെ ശിക്ഷായോഗ്യരാണ്. മാത്രമല്ല, അതിനെതിരെ വാദിക്കുവാനായിട്ട് ആരെങ്കിലും തുനിഞ്ഞാൽ ഏത് വായും അടഞ്ഞ് ദൈവസന്നിധിയിൽ സർവ്വലോകവും ശിക്ഷായോഗ്യരായി തീരേണ്ട. അങ്ങനെ സകല മനുഷ്യരും പാപം നിമിത്തം ശിക്ഷായോഗ്യരായി തീർന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ക്രൂശിൽ യേശു കർത്താവ് നിവർത്തിച്ച ആ വലിയ പാപപരിഹാര യാഗത്തിന്റെ അത് മുഖാന്തരമായിട്ട് വിശ്വാസിക്ക് നീതീകരണവും ശുദ്ധീകരണവും മാത്രമല്ല തേജസ്കരണവും അവൻ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. വിശ്വസിക്കുന്ന ഏവർക്കും അത് ലഭ്യമായിരിക്കുകയാണ്. നോക്കണേ, 1-ാമത്തെ വാക്യത്തിൽ തന്നെ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഈ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ക്രൂശിലൂടെയുള്ള ആ ദൈവീക രക്ഷാ പദ്ധതിയുടെ പ്രൊക്ലമേഷനാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. There is therefore now no condemnation for those who are in Christ. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് പറയുമ്പോൾ ഒരു ശിക്ഷ കൊടുക്കണ്ടേ? 2 ശിക്ഷ കൊടുക്കണ്ടേ? ഇച്ചിരി ശിക്ഷ കൊടുക്കണ്ടേ? എന്തൊക്കെ ഒരുപക്ഷെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ അതിനുള്ള ഒരു സ്കോപ്പും ഇത് നൽകുന്നില്ല. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. എന്നാൽ ക്രിസ്തുയേശുവിന് പുറത്തോ, ക്രിസ്തുയേശുവിൽ ഇല്ലാത്തവർക്കോ അവിടെ ആദ്യം പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് ബാധകം. ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരത്രേ. ആദാമിലുള്ള സകല മനുഷ്യരും ശിക്ഷായോഗ്യരായിരിക്കുമ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് എല്ലാവർക്കും ദൈവം നൽകിയിരിക്കുന്ന പ്രഖ്യാപനം എന്ന് പറയുന്നത് എന്താ? നോ കണ്ടംനേഷൻ. നോ കണ്ടംനേഷൻ. ഈ നോ എന്നുള്ള വാക്ക് സാധാരണ നോയേക്കാളും വളരെ അർത്ഥഗർഭമായിട്ടുള്ള ഒരു നോയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ നോ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും വിധത്തിൽ ഒരു സാധ്യത ആരെങ്കിലും കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആ സാധ്യത പോലും ഇല്ലാതാക്കുന്ന ഒരു പ്രസ്താവനയാണ് നോ എന്നുള്ളതിനകത്ത്
ഇവിടെ അബ്സല്യൂട്ട്ലി നോ കണ്ടംനേഷൻ. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ? ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷാവിധിയും ഇല്ല. ആർക്കാ? യേശു ക്രിസ്തുവിലുള്ളവർക്ക്, ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായവർക്ക്, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർക്ക്, പാപമോചനം പ്രാപിച്ചവർക്ക്, ദൈവമക്കളായി തീർന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. വിശ്വാസികൾ പോലും ഇതിനെ സംശയത്തോടെ വീക്ഷിക്കാറുണ്ട്. അയ്യോ, എന്നെ ഒരു ശിക്ഷാവിധി ഇല്ലാതെ എന്നെ കൈക്കൊള്ളുവാനായിട്ട് ദൈവമേ, ഞാൻ എന്നെ തന്നെ പരിശോധിച്ചാൽ 100 ശിക്ഷയ്ക്ക് ഞാൻ യോഗ്യനാണ്. അല്ല, ഞാൻ മറ്റുള്ളവരുടെ മുമ്പാകെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് എന്നിൽ ആയിരക്കണക്കിന് കുറ്റങ്ങൾ, ശിക്ഷകൾ കൽപ്പിക്കുവാൻ സാധിച്ചുവെന്ന് വന്നേക്കും. എന്നാൽ പാപത്തോടുള്ള ബന്ധത്തിൽ യേശു കർത്താവിന്റെ ക്രൂശിലെ അനന്തമായിട്ടുള്ള സാധ്യതയെ ഇവിടെ വിശകലനം ചെയ്യുകയാണ്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക്, ക്രിസ്തുയേശുവിലായി തീർന്നവർക്ക്, ഒരുവൻ ക്രിസ്തുവിലായി തീർന്നിട്ടുണ്ടെങ്കിൽ അവന് അബ്സല്യൂട്ട്ലി നോ കണ്ടംനേഷൻ. പലപ്പോഴും ഈ വാക്യത്തെ കോട്ടിക്കളയുവാനായിട്ട് പലരും ശ്രമിക്കാറുണ്ട്. രക്ഷാനഷ്ടവാദികൾ, രക്ഷ നഷ്ടപ്പെടും എന്ന് വാദിക്കുന്നവർ പലപ്പോഴും അങ്ങനെ പറയാൻ പറ്റുമോ? കുറച്ചൊക്കെ ശിക്ഷ വേണ്ടേ? എല്ലാവരും അങ്ങനെ ഒഴിവാക്കപ്പെടുമോ? രക്ഷിക്കപ്പെട്ട എല്ലാവരും ഒഴിവാക്കപ്പെടും. ഇനി ഭക്തിയോടെയൊക്കെ ജീവിച്ച് വിശുദ്ധിയോടെയൊക്കെ ജീവിച്ചവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നൊക്കെ, വിജയികൾക്ക് ശിക്ഷാവിധിയില്ല, പരാജിതർക്ക് ശിക്ഷാവിധി ഉണ്ട് എന്ന് വാദിക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, ശിക്ഷാവിധി എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് പാപത്തിന്റെ പരിണിത ഫലമായിട്ട് നരകശിക്ഷ അല്ലെങ്കിൽ ആ ശിക്ഷാവിധിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും, എറ്റേണൽ പണിഷ്മെന്റ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാം മരണത്തെക്കുറിച്ചാണ് ഇവിടെ വിഭാവനം അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന് പറയുമ്പോൾ ശാരീരിക മരണം അതിന്റെ ഭാഗമാകുമെങ്കിൽ പോലും തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ ശിക്ഷാവിധി എങ്ങനെ ആദാമും ഹവ്വമാർ ഏറ്റെടുത്തു? അത് നരകശിക്ഷ തന്നെയാണ്. അപ്പോ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇതൊരു വിശ്വാസിക്ക് വിശ്വസിക്കാൻ സാധിച്ചാലും ഇല്ലെങ്കിലും ഇത് ദൈവത്തിന്റെ പ്രഖ്യാപനമാകയാൽ, ദൈവവചനം അങ്ങനെ പറഞ്ഞിരിക്കുകയാകയാൽ അതിനകത്ത് ഒരു ഇളവും വരുത്തുവാനായിട്ട് നമുക്ക് സാധ്യമല്ല. അബ്സല്യൂട്ട്ലി നോ കണ്ടംനേഷൻ. ഓക്കെ, ഇനി ഈ കണ്ടംനേഷൻ എന്നുള്ള വാക്ക്, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കോർട്ടിലെ വാക്ക്. ഒരു ശിക്ഷാവിധി പ്രഖ്യാപിച്ചിട്ട് ആ കുറ്റക്കാരനെ മരണശിക്ഷയ്ക്ക് അല്ലെങ്കിൽ തൂക്കിക്കൊലയ്ക്ക് വിധിക്കപ്പെടുമ്പോൾ അവിടെ ഒരു വിധി എഴുതുകയാണ്. ഇവനെ തൂക്കിക്കൊല്ലുവാൻ, മരണം വരെ തൂക്കിക്കൊല്ലുവാനായിട്ട് അവനെ വിധിച്ചിരിക്കുന്നു. ഈ ഒരു വിധി പ്രസ്താവമാണ് ഇവിടെ കണ്ടംനേഷൻ എന്ന് പറയുന്നത്. ഈ ശിക്ഷാവിധി എന്ന് പറയുന്നത് ആദാമിൽ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ആദാം പാപം ചെയ്തതിനാൽ സകല മനുഷ്യരും ശിക്ഷാവിധിക്ക് യോഗ്യരായിട്ട്. അപ്പൊ ഇനി ആരെങ്കിലും ജനിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേക ശിക്ഷാവിധിയൊന്നും പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. കാരണം ആദാമിൽ സകല മനുഷ്യരും പാപികളായിട്ട് തീർന്നിരിക്കുകയാണ്. അങ്ങനെ പാപത്തിന്റെ ശമ്പളമായിട്ടുള്ള മരണവും സകല മനുഷ്യരിൽ പരന്നിരിക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് നമ്മൾ ആരെങ്കിലും പ്രത്യേകിച്ച് പാപം ചെയ്യണമെന്നില്ല. ആദാമിൽ ജനിക്കുന്ന സകല മനുഷ്യരും ഈ ശിക്ഷായോഗ്യരാണ്. ഈ വലിയ ഭാരവും പേറിയാണ് എന്ത് ചെയ്യുന്നത്? അവർ ജീവിക്കുന്നത്. അതിന് യാതൊരു മാറ്റവുമില്ല. ഇത് ഡാമിനേഷനാണ്, ഇത് എറ്റേണൽ ഡെത്ത് ആണ്, ഇത് നരകശിക്ഷയാണ് അല്ലെ? നമ്മൾ സാധാരണ ഇങ്ങനെ പറയാറുണ്ടല്ലോ, ന്യായവിധിயின் വാളിന് കീഴിൽ ന്യായമായി അകപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മേളില് തൂങ്ങിയിരുന്ന ഒരു വാളുണ്ടായിരുന്നു. ദൈവിക ശിക്ഷാവിധിയുടെ, ദൈവക്രോധത്തിന്റെ ഒരു വാൾ. അത് നമ്മുടെ ഗളത്തിൽ, നമ്മുടെ കഴുത്തിൽ അത് പതിക്കേണ്ടതായിരുന്നു. ന്യായമായിട്ട് അകപ്പെട്ടവരാണ്. അങ്ങനെ ന്യായവിധിയുടെ വാളിന് കീഴിൽ അതിന് ഇരയാക്കപ്പെടേണ്ട നാം ഈ വാൾ തെറ്റി പുത്രന്റെ മേൽ വീണതുകൊണ്ട്, പുത്രൻ നമുക്ക് പകരമായിട്ട് യാഗ ആയതുകൊണ്ട്, അവൻ ക്രൂശിൽ നമുക്ക് പകരമായിട്ട് ദൈവത്തിന്റെ ക്രോധം മുഴുവൻ ഏറ്റെടുത്തത് കൊണ്ട്, ഈ വാൾ അവന്റെ ഗളത്തിൽ വീണതുകൊണ്ട്, അവൻ ക്രൂശിൽ മരണപ്പെട്ടത് കൊണ്ട്, നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിൽ യാഗം ഏറ്റെടുത്തത് കൊണ്ട് ഈ ന്യായവിധിയിൽ നിന്ന് നാം വിടുതലുള്ളവരായിട്ട് തീർന്നിരിക്കുക.
അപ്പോ ഈ ന്യായവിധി എന്ന് പറയുമ്പോൾ അത് നമ്മൾ ലൈറ്റായിട്ട് കാണരുത്. എന്താ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായിട്ട് നിയമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇറ്റ് ഈസ് അപ്പോയിന്റഡ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായ വസ്തുതയാണ്. അതിൽ നിന്ന് ആരും ഒഴിവുള്ളവരല്ല. നോ കണ്ടംനേഷൻ, ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നുള്ള ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഡബിൾ നെഗറ്റീവാണ്. നോ കണ്ടംനേഷൻ, രണ്ട് നെഗറ്റീവ് വരുമ്പോൾ അതൊരു പോസിറ്റീവ് ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറയുമ്പോൾ ക്രിസ്തുവേശുള്ള എല്ലാവർക്കും എന്തുണ്ട്? നീതീകരണമുണ്ട്. പോസിറ്റീവ് അർത്ഥത്തിൽ അതാ പറയും. ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറയുമ്പോൾ ക്രിസ്തുവേശുള്ള എല്ലാവർക്കും എന്തുണ്ട്? നീതീകരണം ഉണ്ട്. അപ്പൊ ദൈവസന്നിധിയിൽ ലഭ്യമായിരിക്കുന്ന ആ നീതീകരണത്തിന്റെ ആ ഒന്നാമത്തെ പ്രസ്താവനയായിട്ട് നമുക്ക് ഈ ഒന്നാം വാക്യത്തെ കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് അത് ഇറിവോക്കബിൾ ആണ്, റിവേഴ്സ് ചെയ്യാൻ സാധ്യമല്ലാത്തതാണ്. അത് ദൈവത്തിന്റെ പ്രഖ്യാപനമാണ്. സകല മനുഷ്യരും ശിക്ഷാവിധിക്ക് യോഗ്യരെന്ന്, പാപത്തിന്റെ ശമ്പളം മരണമെന്ന് ദൈവത്തിന്റെ പ്രഖ്യാപനമുള്ളപ്പോൾ അതേപോലെ തന്നെ വിശ്വസിക്കുന്ന ഏവനും നീതീകരിക്കുവാൻ, യേശു കർത്താവിന്റെ നീതി അവന്റെ മേൽ കണക്കിടുവാനായിട്ട് അത് ദൈവത്തിന്റെ പ്രഖ്യാപനമാണ്. ഇവൻ നീതീകരിക്കപ്പെട്ടിരിക്കും. അതൊരു കോർട്ടിലെ വാക്കാണ്. ഒരാളെ കുറ്റവിമുക്തനാക്കുമ്പോൾ ആ ജഡ്ജി പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം ഇവൻ നീതിമാനാണ്, ഇവൻ കുറ്റവിമുക്തനാണ്. ഓക്കെ, ദൈവിക കോടതിയിലെ രണ്ട് പ്രഖ്യാപനങ്ങളാണ്, ഒന്ന് ശിക്ഷാവിധിയും മറ്റൊന്ന് നീതീകരണം. ശിക്ഷാവിധി എന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ള ശിക്ഷാവിധി പ്രഖ്യാപിക്കുകയല്ല. ആദാമിലുള്ള സകല മനുഷ്യർക്കും പാപത്തിന്റെ ശമ്പളമായ ശിക്ഷാവിധിക്ക് അതിനകത്തുനിന്ന് ആരെയും മാറ്റിയിട്ടില്ല. എല്ലാവരും ഒരുപോലെ ശിക്ഷായോഗ്യരാണ്. എന്നാൽ യേശു കർത്താവിൽ തന്റെ പാപത്തിന് പകരമായിട്ട് യേശു കർത്താവ് മരിച്ചു എന്ന് വിശ്വസിക്കുകയും അവനിൽ ആശ്രയിക്കുകയും പാപത്തിന്റെ മോചനത്തിനായിട്ട് ക്രിസ്തുവിൽ ശരണപ്പെടുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയുള്ള ബന്ധത്തിലും തന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം അവനെ നീതിമാനായിട്ട് പ്രഖ്യാപിക്കും. ക്രിസ്തുവിന്റെ നീതി അവന്റെ പേരിൽ കണക്കിടുകയാണ് ചെയ്യുന്നത്. അത് കുടുംബപരമായിട്ടുള്ള നീതീകരണമല്ല, ഡിനോമിനേഷൻ പരമായിട്ടുള്ള നീതീകരണമല്ല, അല്ലെങ്കിൽ ഒരു സമൂഹപരമായിട്ടുള്ള നീതീകരണമല്ല. അത് ഇൻഡിവിജ്വൽ ആണ്. ഓരോ വ്യക്തിയും വ്യക്തിപരമായിട്ട് ദൈവസന്നിധിയിൽ റെസ്പോൺസിബിൾ ആണ്, ദൈവസന്നിധിയിൽ അക്കൗണ്ടബിൾ ആണ്. യേശു കർത്താവിനോടുള്ള ബന്ധത്തിൽ നാം എടുക്കുന്ന തീരുമാനം, ഓരോ മനുഷ്യനും എടുക്കുന്ന തീരുമാനം വളരെ വിലയുള്ളതാണ്. വളരെ ദൂരവ്യാപകമായിട്ടുള്ള, വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യതിയാനം അവരിൽ വരുത്തുന്ന ഒന്നാണ്. അപ്പോ ഈ നീതിമാനായിട്ടുള്ള പ്രഖ്യാപനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രഖ്യാപനമാണ്. 8-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്തിലേക്ക് കടന്നു വരിക. അവിടെ അതിന്റെ 33-ാമത്തെ വാക്യം, ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ഓക്കെ, ക്രിസ്തു യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് അവിടെ പറയുന്നു. ഇവിടെ നോക്കിക്കോളൂ, നീതീകരിക്കുന്നവൻ ദൈവം. സ്വർഗത്തിലെ ദൈവം ഒരു വ്യക്തിയെ നീതീകരിച്ചാൽ പിന്നെ ആരാണ് അവനെ കുറ്റം ചുമത്തും? ആരാണ് അവന് ശിക്ഷ വിധിക്കും? സകല മനുഷ്യരും ശിക്ഷായോഗ്യരാണ്, അതിന് സംശയമൊന്നുമില്ല. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ, അവൻ ക്രിസ്തുവിൽ ശരണപ്പെടുമ്പോൾ ദൈവം, സ്വർഗത്തിലെ ദൈവം അവനെ നീതിമാനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അത് കണക്കിടുന്ന നീതിയാണ്, അവന്റെ സ്വന്തം നീതിയല്ല, ആ വ്യക്തിയുടെ എന്തെങ്കിലും ക്രെഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതല്ല. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സൗജന്യമായി എത്രേ നീതീകരിക്കപ്പെടുന്നത്. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നതിൽ വിശ്വസിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം കണക്കിടുന്ന ഒരു കാര്യമാണ് നീതീകരണം എന്ന് പറയുന്നത്. ആ നീതീകരണം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് പാർഷ്യൽ, ഭാഗികമായിട്ടുള്ള നീതീകരണമല്ല. നിന്നെ നീതീകരിച്ചു, ശരി, ഇനി നീ എങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കട്ടെ, അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഞാൻ പ്രാബല്യത്തിൽ വരികയോ വരുത്താതിരിക്കുകയോ ചെയ്യാം. അങ്ങനെ ഒരു സംശയത്തിന് ഇവിടെ ഇടം നൽകുന്നില്ല പ്രിയമുള്ളവരെ. നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം ചുമത്തുന്നവൻ ആർ? ആ നിലയില്
നീതീകരണത്തിന്റെ പ്രഖ്യാപനം. ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നുള്ളത് അവന്റെ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അവന്റെ പോസിറ്റീവ് ജസ്റ്റിഫിക്കേഷനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇൻ ക്രൈസ്റ്റ് ജീസസ്, ക്രിസ്തുവിലുള്ളവർക്ക്, ക്രിസ്തുവിലുള്ളവർക്ക് മാത്രമാണ് എന്തുള്ളത്, ഈ പ്രഖ്യാപനം ഉള്ളത്. ശിക്ഷാവിധി ഇല്ലാത്തത് ആർക്കാണ്? ക്രിസ്തുവിലുള്ളവർക്കാണ്. ക്രിസ്തുവിലുള്ളവർക്ക് മാത്രമേ നീതീകരണം ലഭ്യമാകൂ. ക്രിസ്തുവിലുള്ളവർക്ക് മാത്രമേ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുള്ളവരാകൂ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു വ്യക്തി, ഒരു മനുഷ്യൻ ഒന്നുകിൽ ക്രിസ്തുവിലായിരിക്കും, അല്ലെങ്കിൽ ആദാമിലായിരിക്കും. ഒന്നുകിൽ അവൻ ക്രിസ്തുവിനായിരിക്കും, അല്ലെങ്കിൽ ക്രിസ്തുവിന് പുറത്തായിരിക്കും. ഇത് രണ്ടിനും ഇടയിൽ ഒരു എന്തുവാ, ഒരു നോമാൻസ് ലാൻഡ് ഇല്ല, അല്ലെ? ഇടയ്ക്കൊരു ഗ്രേ ഏരിയ ഇല്ല. ഒന്നുകിൽ ഒരു വ്യക്തി ക്രിസ്തുവിനുള്ളതായിരിക്കും, അല്ലെങ്കിൽ ക്രിസ്തുവിനുള്ളവനല്ല. ഇതെങ്ങനെ തീരുമാനിക്കുന്നത്? ഇത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ, യേശു കർത്താവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തിയുടെ നിലപാടും പ്രതികരണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇത് തീരുമാനിക്കപ്പെടുന്നത്. ഇത് വ്യക്തിപരമായിട്ടുള്ള പോളിഷനായിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, ദൈവത്തിന്റെ ആ വചനത്തോടുള്ള ബന്ധത്തിൽ, സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ അവന്റെ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയാണ്. ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ഒക്കെ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നുണ്ട്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ ബോധം വരുത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ക്രൂസിലേക്ക് സകലരെയും ആകർഷിക്കുന്നത് ദൈവത്തിന്റെ വിളിയുടെ ആ ശ്രേഷ്ഠത നിമിത്തമാണ്. ക്രൂസ് തന്നെ ഒരുക്കിയത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നിദർശനം തന്നെയാണ്. ഇതെല്ലാം അതിന്റെ പിന്നിലുണ്ടെങ്കിൽ പോലും ഒരു വ്യക്തിക്ക് രക്ഷയെ നിരാകരിക്കുവാൻ സാധിക്കും. ആ രക്ഷയെ സ്വീകരിക്കുന്ന, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ ആർക്കാണ് അധികാരം? അധികാരം വിശ്വസിക്കുന്നവർക്കാണ് അധികാരം. ദൈവമക്കളാകുവാനുള്ള അധികാരമാണ് ആർക്കാണ്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അധികാരം. ഈ അധികാരം അവർ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ, വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ, നിരാകരിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അവൻ ക്രിസ്തുവിന് പുറത്താണ്. അപ്പോ ലോകത്തിലെ ജനതയെ, ആദാമിലുള്ള സകല മനുഷ്യരെ നമുക്ക് എത്ര കൂട്ടമായിട്ട് തിരിക്കാം? 2 കൂട്ടമാക്കാമോ, 3 കൂട്ടമാക്കാമോ, 4 കൂട്ടമാക്കാം. 2 കൂട്ടം. ഒന്നുകിൽ അവൻ ക്രിസ്തുവിലാണ്, അല്ലെങ്കിൽ അവൻ ആദാമിൽ. അവൻ ക്രിസ്തുവിലാണെങ്കിൽ അവന് നീതീകരണമുണ്ട്, അവന് നോ കണ്ടംനേഷൻ. ക്രിസ്തുവിലില്ല എങ്കിൽ ഹിസ് കണ്ടംഡ്, അവൻ ശിക്ഷാവിധിക്ക് യോഗ്യനാണ്. ഇതാണ് ദൈവിക പ്രമാണവും ദൈവത്തിന്റെ വചനം. ഗ്രേ ഏരിയയിൽ കൊണ്ട് നമ്മൾ ആരെയും കൊണ്ട് നിർത്തരുത്. ഇവൻ ഒരു പക്ഷേ രക്ഷപ്പെടുമായിരിക്കാം, ക്രിസ്തുവിലൊന്നും ഇല്ല, പക്ഷേ അവനെ ദൈവം വേറെ വഴി ഒരുക്കുമായിരിക്കും. ക്രിസ്തുവിലെന്നിയ മറ്റൊരു മാർഗം മർത്യന് രക്ഷപ്പെടാനില്ല. അതെ, നമ്മൾ പാട്ട് പാടുന്ന ഒരാൾ, ക്രിസ്തുവിലെന്നിയ മറ്റൊരു മാർഗം മർത്യന് രക്ഷപ്പെടാനില്ല. ഇനി വേറെ വഴി ഒരുക്കാൻ സാധ്യതയുണ്ടെങ്കിലും നിങ്ങൾ ഒരുക്കിക്കോളൂ, പക്ഷെ അത് ക്രിസ്തുവിന്റെ വഴിയായിരിക്കും, അത് മാനുഷികമായിട്ടുള്ള വഴികളായിരിക്കും. മറ്റൊരു വഴിയും ദൈവം ഒരുക്കിയിട്ടില്ല. ക്രിസ്തുവിലുള്ളവർക്ക് മാത്രമേ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായിട്ട് തീരുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ക്രിസ്തുവിൽ നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്. ക്രിസ്തുവിൽ നിങ്ങൾക്ക് ഒരു ആയിത്തീരുന്ന ഒരു പ്രക്രിയയുണ്ട്. ഓക്കെ, ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ യു ഹാവ് യൂണിയൻ ആൻഡ് കമ്മ്യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഏകീഭവിക്കുവാൻ, ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിലായിത്തീരുവാൻ ദൈവം മനുഷ്യന് അവസരം നൽകിയിരിക്കുകയാണ്. ആ ക്രിസ്തുവിലായിത്തീരുന്നത് കൊണ്ട് അവന് എല്ലാവിധ സംരക്ഷണവും ഉറപ്പുവരുത്തുകയാണ്. നിത്യതയോടുള്ള ബന്ധത്തിൽ, നിത്യജീവനോടുള്ള ബന്ധത്തിൽ, അവന്റെ മരണാനന്തര ജീവിതത്തോടുള്ള ബന്ധത്തിലൊക്കെ ആ കാര്യങ്ങൾ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഭൂമിയിലെ ജീവിതത്തോടുള്ള ബന്ധത്തിലോ നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. സംശയിക്കുകയൊന്നും വേണ്ട, അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. കാരണം വിളിച്ചവൻ ആരാണ്? ദൈവമാണല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. ഒരു ഉദാഹരണമായിട്ട് നിങ്ങളുടെ ചിന്തയിലേക്ക് നോഹയുടെ പെട്ടകത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുള്ളൂ.
എന്തുകൊണ്ടാണ് ഈ 8 പേർ രക്ഷപ്പെട്ടത്? എന്തുകൊണ്ടാണ് ഈ 8 പേർ രക്ഷപ്പെട്ടത്? അവർ പെട്ടകത്തിലായിരുന്നത്. അവർ പെട്ടകത്തിലായതുകൊണ്ടാണ് അവർ സുരക്ഷിതരായത്. ദൈവിക പദ്ധതിയിൽ വിശ്വാസം അർപ്പിച്ചത് കൊണ്ട് മാത്രം. ബാക്കിയുള്ളവർ പെട്ടകം കണ്ടു, ബാക്കിയുള്ളവർ പെട്ടകം അറിഞ്ഞു, ബാക്കിയുള്ളവരും ശിക്ഷാവിധിയെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചവരാണ്. എന്നാൽ അവർ എന്ത് ചെയ്തില്ല? അവർ they were not inside the ark. അവർ ക്രിസ്തുവിലായിരുന്നില്ല. അതുകൊണ്ട് അവർ ശിക്ഷായോഗ്യരായിട്ട് തീർന്നു. യെരിഹോ പട്ടണത്തിന്റെ തകർച്ചയുടെ മുമ്പാകെ ആ യെരിഹോ കോട്ട മതിലിൽ താമസിച്ചിരുന്ന രാഹാബിനെ കുറിച്ച് നമ്മൾ കാണും. രാഹാബ് എന്തുകൊണ്ട് അഭക്തരോടുകൂടെ അല്ലെങ്കിൽ അവിടെയുള്ള അവിശ്വാസികളോടുകൂടെ മരിക്കാതെ? കോട്ട തകർന്നപ്പോൾ, യെരിഹോ പട്ടണം പിടിക്കപ്പെട്ടപ്പോൾ, അവിടെയുള്ള സകലരെയും ശബ്ദാത്മിതമായിട്ട് നശിപ്പിക്കപ്പെട്ടപ്പോൾ രാഹാബ് മാത്രമല്ല, രാഹാബിനോടുകൂടെ പലരും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവർ സുരക്ഷിതരായത്? അവർ സുരക്ഷിതരായതിന്റെ കാരണം എന്ന് പറയുന്നത് അവിടെ നാം വായിക്കുന്നുണ്ട്. അവരുടെ സുരക്ഷിതത്വത്തിന് ഒരു അടയാളമായിട്ട് എന്തുണ്ടായിരുന്നു? അവിടെ ഒരു ചുവന്ന ചരടുണ്ടായിരുന്നു. കിളിവാതിൽ ഒരു ചുവന്ന ചരടുണ്ടായിരുന്നു. അത് അവരോട് പറഞ്ഞിരുന്നതാണ്, നിങ്ങൾക്ക് യാതൊരു കാര്യവും സംഭവിക്കുകയില്ല. ഈ ചരട് നിങ്ങൾ എന്ത് ചെയ്യണം? ചുവന്ന ചരട് നിങ്ങളുടെ കിളിവാതിൽ. രാഹാബ് മാത്രമാണോ രക്ഷപ്പെട്ടത്? രാഹാബ് മാത്രമാണോ രക്ഷപ്പെട്ടത്? രാഹാബും കൂടെയുള്ളവരും ആ ന്യായവിധിയിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായി തീർന്നു എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യം. മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിന്റെ വിടുതലിനോടുള്ള ബന്ധത്തിൽ കടിഞ്ഞൂൽ സംഹാരം, കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പെസഹ കുഞ്ഞാടിന്റെ രക്തം അവർ അണിയുന്നുണ്ട്, അവര് പൂശുന്നുണ്ട്, അല്ലെ? അങ്ങനെ പുരട്ടിയതിനു ശേഷം അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പുറത്തിറങ്ങരുത്. എന്ത് ചെയ്യണം? പെട്ടകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടാരങ്ങൾക്കകത്തായിരിക്കും. നിങ്ങൾ ആ കൂടാരങ്ങൾക്കകത്തായിരിക്കും. നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടുന്ന ഒരു കാര്യം, പെസഹ കുഞ്ഞാടിന്റെ രക്തം നിങ്ങളുടെ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും അടയാളമായിട്ട് ഉണ്ടാകും. എന്താ അവിടെ രാത്രി നടക്കുന്നത്? സംഹാരകൻ രാത്രിയിൽ കടന്നു വരികയാണ്, അല്ലെ? സംഹാരകൻ രാത്രി കടന്നു വരികയാണ്. അവിടെ എന്താണ് ക്രൈറ്റീരിയ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, മോശയുടെ കുടുംബത്തിന് ഈ രക്തം അടയാളം വേണമായിരുന്നുവോ? അഹരോന്റെ കുടുംബത്തിന് രക്തം അടയാളമായി വേണമായിരുന്നുവോ? ഞാൻ ഇസ്രായേലിന്റെ നായകനാണ്, ദൈവം എന്നെ ഏൽപ്പിച്ചതാണ്, അല്ലെങ്കിൽ ഞാൻ അഹരോന്റെ മോശയുടെ സഹോദരനാണ്, ജ്യേഷ്ഠനാണ്. അഹരോന്റെ കൂടാരത്തിന് ഈ രക്തമടയാളം വേണമായിരുന്നോ? പെസഹ കുഞ്ഞാടിന്റെ യാഗം അവർക്ക് വേണമായിരുന്നോ? അതിന്റെ രക്തം അവർക്ക് ആവശ്യമായിരുന്നോ? സംഹാരകൻ കടന്നു വരുമ്പോൾ ഏതൊക്കെ വീട്ടിലെ രക്തമടയാളമുണ്ടോ ആ വീടുകളെയൊക്കെ ഒഴിവുള്ളവരാക്കും, ആണല്ലോ. അല്ലാത്ത ഏത് വീടാണെങ്കിലും, അത് മോശയുടെ വീടാണെങ്കിലും അഹരോന്റെ വീടാണെങ്കിലും അല്ലെങ്കിൽ യോശുവയുടെ വീടാണെങ്കിലും, ഇനി അവിടെയുള്ള ഏത് കൊലകൊമ്പന്റെ വീടാണെങ്കിലും, ആ വീട്ടിൽ എന്ത് നടക്കും? സംഹാരം നടക്കും. ആദ്യജാതൻ കൊല്ലപ്പെടും. ശ്രദ്ധിച്ചോളൂ, ക്രിസ്തുവിലായിരിക്കുക എന്നുള്ളത് നാം ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ക്രിസ്തുവിലാണോ, ക്രിസ്തുവിന് പുറത്താണോ? ഒരുപക്ഷെ ഞാൻ സഭാ കുടിവരവുകളിലൊക്കെ ഉണ്ടായിരിക്കും, ഞാൻ പല കാര്യങ്ങളിലുണ്ടായിരിക്കും. പക്ഷെ എവിടെയായിരുന്നാലും വിഷയം, ക്രിസ്തുവിലാണ് എങ്കിൽ നിങ്ങൾ സുരക്ഷിതരാണ്. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിലല്ലെങ്കിൽ, ഒരുവൻ ക്രിസ്തുവിലല്ലെങ്കിൽ, ഇനി ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ, കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിക്കുന്നുണ്ട്, പക്ഷെ എന്താ, ഞാൻ കുഞ്ഞാടിന്റെ അറുത്ത് കേട്ടോ, പക്ഷെ എൻ്റെ രക്തം ഞാൻ എന്ത് ചെയ്തു? ഒഴുക്കിക്കളഞ്ഞു. ഞാൻ എൻ്റെ മാംസം ഭക്ഷിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ വളരെ ഒരുക്കത്തോടു കൂടിയാണ്, പോകാനുള്ള തയ്യാറെടുപ്പോടു കൂടിയാണ് ഞാൻ കൂടാരത്തിലായിരിക്കുന്നത്. എന്നാൽ നാം ഇങ്ങനെ വായിക്കാറുണ്ടല്ലോ, കുഞ്ഞാടിന്റെ വിലയേറിയ നിണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ആ ക്ഷണത്തിൽ കുഞ്ഞാടിന്റെ വിലയേറിയ നിണത്തിൽ മറയപ്പെടുക. അതാണ് ക്രിസ്തുവിലായിത്തീരുക എന്ന് പറഞ്ഞ്. ഒരുവൻ ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാടിന്റെ വിലയേറിയ നിണത്തിൽ മറയുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ രക്ഷയ്ക്കായിട്ട്, എൻ്റെ വീണ്ടെടുപ്പിനായിട്ട് യേശു കർത്താവിന്റെ ക്രൂശിൽ ചൊരിഞ്ഞ
ആ രക്തത്തിൽ ഞാൻ അഭയം വീഴുകയാണ്. ഞാൻ മറ്റൊരു മാർഗവും അതിനുവേണ്ടി കാണുന്നില്ല, പരിഹാരമായിട്ട് കാണുന്നില്ല. ഇതാണ് ആശ്രയം എന്ന് പറയുന്നത്, ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇനി രാഹാബിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ആശ്രയവുമില്ല. ആ ചുവന്ന ചരട് കെട്ടുവാനായിട്ട് അവൾ ഉത്സാഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ സന്തോഷമുണ്ട്, ജയഘോഷമുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവർ രക്ഷിക്കപ്പെട്ടവരാണ്, അവർ ക്രിസ്തുവിലാണ്. സംഹാര ദൂതൻ എന്നെ കടന്നുപോയി. എത്ര അനുഗ്രഹീതമായിട്ടുള്ളൊരു ഗാനം. പ്രിയമുള്ളവരെ, ഈ സന്ധ്യാസമയത്ത് ദൈവവചനത്തെ നാം ചിന്തിക്കുമ്പോൾ ഈ പാഠഭാഗങ്ങളിലൂടെ നാം കടന്നു പോകും. രക്ഷയ്ക്കായിട്ട് ഒരേ ഒരു മാർഗം. വ്യക്തികളെ സംബന്ധിച്ച് അവൻ ഒന്നുകിൽ ക്രിസ്തുവിൽ അല്ലെങ്കിൽ ക്രിസ്തുവിന് പുറത്ത്. ക്രിസ്തുവിന് പുറത്തുള്ള ആർക്കും ഒരു സെക്കൻഡ് ചാൻസ് ഇല്ല, ഒരു സെക്കൻഡ് മേഴ്സി ഇല്ല. അവരെല്ലാവരും എങ്ങോട്ടാ പോകാൻ പോകുന്നത്? They are heading towards eternal damnation. അവർ നരകത്തിലേക്കാണ് പോകാൻ. അപ്പൊ ക്രിസ്തുവിലുള്ളവരും ക്രിസ്തുവിൽ ഇല്ലാത്തവരും എന്നല്ലാതെ, ക്രിസ്തുവിനകത്തുള്ളവർ അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ളവരും ക്രിസ്തുവിൽ ഇല്ലാത്തവരും എന്നുള്ള രണ്ട് വിഭാഗമല്ലാതെ മറ്റൊരു വിഭാഗവും വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ രക്ഷയോടുള്ള ബന്ധത്തിൽ നൽകുന്നില്ല. നാം എത്ര ഗ്രൂപ്പ് ഉണ്ടാക്കിയാലും ശരി, അങ്ങനെ ഒരു 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 കാര്യം വേദപുസ്തകത്തിൽ ഇല്ല. ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇതിനെ വാദിക്കും. രക്ഷയ്ക്കായിട്ട് യേശു കർത്താവല്ലാതെ, ഈ മാർഗമല്ലാതെ വേറൊരു മാർഗമില്ല. ഒരു കാര്യം കൂടെ ഞാൻ ഉറപ്പിച്ചോളട്ടെ, ഇത് ദൈവത്തിന്റെ വചനമാകിയ, ദൈവത്തിന്റെ പദ്ധതിയാകിയ, ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ഉടനീളം ഇത് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒരു കാര്യമാകിയ, യേശുക്രിസ്തു എന്നുള്ള വ്യക്തിത്വം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാകിയ, ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിയാണ്, അതിന്റെ രൂപരേഖയാണ് വേദപുസ്തകം വിശദീകരിച്ചിരിക്കുക. അതിന്റെ ചരിത്രങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ, അതിന്റെ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ, അവന്റെ ഭാവികരമായിട്ടുള്ള പ്രവചനങ്ങൾ പരിശോധിച്ചാൽ, ഇത് വളരെ പ്ലെയിൻ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന ഒരു 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 പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ മാലിന്യം ചേർക്കുവാനായിട്ട് നമുക്ക് പാടുള്ളതല്ല. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം, അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് ഇതിനാൽ അറിയാം. എന്താ? ഒന്നുകിൽ നാം മരണത്തിൽ, അല്ലെങ്കിൽ മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു. കടക്കുമായിരിക്കുമെന്നല്ല, കടന്നേക്കാമെന്നല്ല. ഇത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. എന്താ? രക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഉറപ്പ് വളരെ ഭയങ്കരമായിട്ടുള്ള ഉറപ്പാണ്. അത് ആർക്കും ഷാറ്റർ ചെയ്യാൻ, അത് പിടിച്ച് കുലുക്കിക്കളയുവാൻ സാധ്യതയുള്ളത്. ഈ അധ്യായത്തിലെ ഓരോ വാക്കും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അതിന്റെ സെർട്ടണിറ്റി, അതിന്റെ ഉറപ്പും ആധികാരികതയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കടന്നിരിക്കുന്നു. പിന്നെ അതിനകടയിൽ ഒരു ആംബിഗ്യൂറ്റി നമുക്ക് ആർക്കും കാണുവാൻ സാധ്യമല്ല. എഫേസ്യർ 2-ാം അധ്യായം വളരെ രസകരമായിട്ടുള്ളൊരു അധ്യായം. അധ്യായത്തിൽ അതിക്രമങ്ങളിലും പാപങ്ങളിലും ഭരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു, ക്യുക്കൻഡ്. ഓക്കെ, 5-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട്, ക്യുക്കൻഡ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടുകൂടെ അവൻ നമ്മെ ജീവിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, 7-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട്, ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഈ 2-ാം അധ്യായം 7 വരെയുള്ള വാക്യങ്ങളിൽ 3 സ്ഥലത്ത് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളെ അവൻ ക്യുക്കൻ ചെയ്തു, ഉയർപ്പിച്ചു, അല്ലെ, നിങ്ങൾക്ക് അവൻ ജീവൻ നൽകി. ജീവൻ ലഭിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? ജീവൻ ലഭിക്കുന്നതിന് മുമ്പ് എന്തവസ്ഥയിലായിരുന്നു? മരണത്തിലായിരുന്നു, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. ഡെഡ്, മരിച്ച അവസ്ഥയിൽ നിന്ന് ക്യുക്കൻ ചെയ്തിരിക്കുന്നു, ഉയർത്തെഴുന്നേൽപ്പിച്ചു, ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു, അല്ലെ, അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു. ശ്രദ്ധിച്ചോണേ, ഇത് രണ്ടിന്റെ ഇടയിൽ എന്ത് ഘട്ടങ്ങളുണ്ട്? മരണത്തിനും ജീവനും ഇടയിൽ എത്ര ഘട്ടങ്ങളുണ്ട്?
അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. ഈ മരണത്തിന്റെ കാര്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? അതിക്രമങ്ങളിൽ മരിച്ചു, പാപങ്ങളിൽ മരിച്ചു. മാത്രമല്ല, നിങ്ങൾ മുമ്പേ ലോകത്തിന്റെ കാലഗതിയെ ആകാശത്തിന്റെ അധികാരി അതിർണ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും നിങ്ങൾ അനുസരിച്ച് നടന്നു. മുമ്പേ നിങ്ങൾ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. മുഴുവൻ എന്താ നമുക്കറിയാം, ഒരു 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 ശവക്കല്ലറയ്ക്കകത്ത് ഒരു ഡെഡ് ബോഡി, അത് എങ്ങനെയാണ് ആയിരിക്കുന്നത്? എന്ത് പ്രതീക്ഷയാണ് അവിടെ ഉള്ളത്? മരണത്തിന്റെ താഴ്വര, യൂണിവേഴ്സലി സ്പിരിച്വലി മോറലി ഡെഡ്. ആത്മീകമായിട്ടും ധാർമ്മികമായിട്ടും യൂണിവേഴ്സലായിട്ടും ആഗോളപരമായിട്ടും മരിക്കപ്പെട്ട ഒരു സമൂഹം, ജനസമൂഹം. അവരെ ക്യുക്കൻ ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അവരെ ജീവിപ്പിച്ചു. അപ്പൊ ഈ മരണത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് പ്രതീക്ഷയൊന്നുള്ളതല്ല. അത് പാപത്തിലുള്ള മരണമാകട്ടെ, പിശാചിനോടുള്ള ബന്ധത്തിൽ മരണമാകട്ടെ, ജഡത്തിലുള്ള മരണമാകട്ടെ, അല്ലെങ്കിൽ അവൻ ഈ പറഞ്ഞതുപോലെ മരണത്തിന്റെ ഏത് തരത്തിലുള്ള അവസ്ഥയാണെങ്കിൽ തന്നെ ഒരു പാപിയുടെ അവസ്ഥ അത് തന്നെയാണ്. അതിനകത്ത് എന്തെങ്കിലും പ്രശംസിക്കുവാനായിട്ടില്ല. ഒരു പ്രശംസയ്ക്ക് അവിടെ വകയില്ല. അവൻ മരണപ്പെട്ടിരിക്കുകയാണ്, അവൻ മരിച്ചിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ കരുണാസമ്പന്നായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം, തന്റെ കൃപയുടെ അത്യന്തതനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടത്. പിന്നെ നമ്മെ എന്ത് ചെയ്തു? അവൻ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കൃപ, പിന്നെ കരുണ, പിന്നെ ദൈവത്തിന്റെ ദാനം, പിന്നെ വിശ്വാസം മുഖാന്തരം, ഇതെല്ലാം അതിനകത്തുണ്ട്. പക്ഷേ ഈ ക്വിക്കനിങ് എന്ന് പറയുന്ന പ്രോസസ്, ജീവിപ്പിക്കുക എന്ന് പറയുന്ന പ്രോസസ്, അത് ഘട്ടം ഘട്ടമായിട്ടുള്ള ജീവിപ്പിക്കുക. പിന്നെയോ അത് നേരത്തെ നമ്മൾ പാടിയതുപോലെ, മറഞ്ഞു ഞാൻ കുഞ്ഞാട്ടിന്റെ വിലയേറിയ നിണത്തിൽ ഞാൻ മറഞ്ഞു, രക്ഷിക്കപ്പെട്ട് ആ ക്ഷണത്തിൽ നാം രക്ഷിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇത് ദൈവത്തിന്റെ വചനമാകയാൽ ഇവിടെ ശ്രദ്ധിച്ചോളൂ, നാം ജീവനിലേക്ക് കടന്നിരിക്കുകയാണ്. ഒന്നാമത്തെ വാക്യം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഈ വാക്യം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയുടെ ഭദ്രത, നീതീകരണത്തിന്റെ ഉറപ്പ്, ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകളെ മാത്രമല്ല, ഇവിടെ ഒരു സമയപരമായിട്ടുള്ള നൗ, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾക്കൊരവസ്ഥ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ഓർത്തിരിക്കണം. അത് പ്രതീക്ഷയുള്ള അവസ്ഥകളൊന്നുമല്ല. ക്രിസ്തുവേശു ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. എന്നാൽ പലപ്പോഴും ലോകത്തിലെ സാമാന്യ ജനത്തിന് അതിന്റെ ഭീകരത ഉൾക്കൊള്ളുവാൻ അല്ലെങ്കിൽ അത് അറിയുവാനായിട്ട് അവർക്ക് പ്രകാശം ലഭിച്ചിട്ടില്ല. രക്ഷിക്കപ്പെട്ട നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടോ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥ, രക്ഷിക്കപ്പെട്ട ശേഷമുള്ള അവസ്ഥ, രക്ഷിക്കപ്പെടാത്തവർക്ക് ഇനി സംഭവിക്കാൻ പോകുന്ന ശിക്ഷാവിധി, രക്ഷിക്കപ്പെട്ടവർക്ക് ലഭ്യമാകുന്ന സ്വർഗീയ അനുഭവങ്ങൾ, സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ട അനുഭവങ്ങൾ, ഇത് നമ്മെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ഈ 8-ാം അധ്യായം 1-ാം വാക്യം നമ്മെ ഇന്ന് വലിയ രൂപാന്തരത്തിന് വിധേയമാക്കിയെന്നില്ല. വലിയ രൂപാന്തരത്തിന് അത് ഉണ്ടാക്കിയേ മതിയാവും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് എ ഫ്യൂൽ ഫോർ ഇവാഞ്ചലിസം. സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി ഞാൻ രക്ഷിക്കപ്പെട്ടുവെങ്കിൽ, ക്രിസ്തുവിൽ ഞാൻ ആയിത്തീർന്നുവെങ്കിൽ, അതിൽ ലഭിച്ചിരിക്കുന്ന പദവികളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും ഞാൻ ബോധവാനാണ് എങ്കിൽ, ക്രിസ്തുവിലല്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ചും അവന്റെ ഭാവിയെക്കുറിച്ചും അവന്റെ ശിക്ഷാവിധിയെക്കുറിച്ചും അവസ്ഥയെക്കുറിച്ചും എനിക്ക് വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടുണ്ട് എങ്കിൽ, ബോധമുണ്ട് എങ്കിൽ, ഇത് മറ്റൊരാളോട് പറയാതിരിക്കുവാനായിട്ട് നമുക്ക് സാധ്യമല്ല. ഇത് ഷെയർ ചെയ്യാതിരിക്കുവാൻ സാധ്യമല്ല. ഷെയർ ചെയ്യുവാനായിട്ട് നാം മടി കാണിക്കുന്നുവെങ്കിൽ, ഒന്നുകിൽ ക്രിസ്തുവിലുള്ള എൻ്റെ അനുഭവത്തെക്കുറിച്ച് ഞാൻ ബോധ്യത ഇല്ലാത്തവനായിരിക്കും, അല്ല എങ്കിൽ ക്രിസ്തുവിൽ അല്ലാതിരുന്ന അനുഭവത്തെക്കുറിച്ചുള്ള ബോധ്യം, അതിന്റെ തീവ്രത അത് എന്നെ ബാധിക്കാതിരിക്കുന്നു, ഞാൻ തിരിച്ചറിയാതിരിക്കും. അല്ല എങ്കിൽ ചുറ്റുമുള്ള ജനതയുടെ അവരുടെ ഭാവിയെക്കുറിച്ച്
ഞാൻ ബോധേടല്ലാതെ. പ്രിയമുള്ളവരെ, ഈ രാത്രി സമയം ഈ റോമാലേഖനത്തിലെ ഈ വചനങ്ങളെ നാം ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നീതീകരണത്തിന്റെ ആ വലിപ്പവും മഹത്വവും ഒക്കെ കണ്ടറിഞ്ഞിട്ട് നമുക്ക് മൗനമായിരിക്കുവാൻ സാധിക്കും. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട്, ഏകദേശം 2 വർഷക്കാലമായിട്ട്, 1.5 വർഷക്കാലമായിട്ട് നാം അടച്ചിടപ്പെട്ടവരാണ്, റെസ്ട്രിക്റ്റഡ് ആണ്. ഈ റെസ്ട്രിക്റ്റഡ് രീതിയിൽ നമുക്ക് എക്സ്ക്യൂസസ് ധാരാളമുണ്ട്. നാം തന്നെ പല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നവരാണ്, മെന്റൽ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നവർ. പക്ഷെ ഈ 2 വർഷം അല്ലെങ്കിൽ 1.5 വർഷം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഇല്ലാതിരുന്ന വർഷമാണ്. പലപ്പോഴും സഭാപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ നാം വളരെ സീരിയസ് ആയിട്ട് കാണാം. നല്ലതാണ്, അത് വേണം. എന്നാൽ ശിക്ഷാവിധിക്ക് വിധേയപ്പെട്ട ഒരു സമൂഹം നമ്മുടെ ചുറ്റുപാടുണ്ട്. തെറ്റിൽ നിന്ന് തെറ്റിലേക്ക്, പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് അതിന്റെ ഭാരം എന്തെന്ന് തിരിച്ചറിയാതെ പാതാളത്തിന് ആടുകളായിട്ട് വിൽക്കപ്പെടുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്താണ് അവർക്ക് വേണ്ടി നമുക്ക് എടുത്തു കാണിക്കുവാനുള്ളത്? ഒരുപക്ഷെ ചെന്ന് കാണുവാനോ വിളിച്ചു പറയുവാനോ സാധ്യമല്ല എങ്കിൽ ഹബക്കൂക്കിന്റെ പ്രവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ ഓടിച്ചു വായിക്കത്തക്കവണ്ണം നീ അത് വലിയ അക്ഷരമായിട്ട് എഴുതി വയ്ക്കുക എന്ന് 2-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യം. ഓടിച്ചു വായിക്കത്തക്കവണ്ണം നീ എന്ത് ചെയ്യുക? അത് ചുവരിൽ നീ വിശദമായിട്ട് വലുതായിട്ട് എഴുതി വെക്കുക. സാധിക്കുമോ? ഇന്ന് രാത്രികാലം വിവിധ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ അക്ഷരത്തിൽ ഈ ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ചും ദൈവത്തിന്റെ രക്ഷാപദ്ധതിയെക്കുറിച്ചും യേശു കർത്താവിന്റെ ക്രൂശിന്റെ ചിത്രങ്ങൾ, ഞാൻ പറയുന്നത് പടം വരയ്ക്കാനല്ല, പിന്നെയോ അവരെ ചിന്തിപ്പിക്കുവാനായിട്ട്, അവർക്ക് എത്ര ഓടിപ്പോയാലും മായാത്ത വിധം അവരുടെ ശ്രദ്ധ പതിക്കാൻ വേണ്ടി കോറിയിടുവാനായിട്ട് ആവശ്യം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുകയാണ്. മുന്നോട്ടുള്ള നമ്മുടെ സുവിശേഷീകരണത്തിന്റെ ഏറ്റവും വലിയ ഒരു ചുവടുവയ്പ് ഇതായിരിക്കണം. ഓടിച്ചു വായിക്കുവാൻ പാകത്തിന് വലിയ അക്ഷരത്തിൽ വലുതായിട്ട് നിങ്ങൾ എഴുതി വയ്ക്കുക. ഇനിയുള്ള മീഡിയ എന്ന് പറയുന്നത് ഡിജിറ്റൽ മീഡിയ. ആ ഡിജിറ്റൽ മീഡിയ അതൊരിക്കലും നഷ്ടപ്പെടുകയില്ല. അത് ഇവിടെ നിന്ന് ഒരിടത്തുനിന്ന് മറ്റിടത്തേക്ക് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുകയാണ്. അത് പല ആൾക്കാർ കൈകാര്യം ചെയ്യുന്നുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അവിടെ വിശദമായിട്ട് എഴുതി വയ്ക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഓടിച്ചു വായിക്കുവാൻ, സുവിശേഷം അറിയിക്കുവാനായിട്ട് ഈ മീഡിയ ഉപയോഗിക്കണമോ ഉപയോഗിക്കണ്ട, അത് നമ്മുടെ ചർച്ചയാകാം. ഈ ഇടയ്ക്ക് കണ്ടോ ഇങ്ങനെ ഒരു കാര്യം, ഈ മീഡിയ വിരോധികൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ആരാധനയ്ക്ക് പോകുമ്പോൾ തോൽ ചുരുളുകളൂടെ കൊണ്ടുപോകും, ചർമ്മലിഖിതങ്ങളിലൂടെ നിങ്ങൾ കൊണ്ടുപോകും. പേപ്പറിൽ പ്രിന്റ് ചെയ്ത ഒരു ബൈൻഡിട്ട ഒരു പുസ്തകം, വേദപുസ്തകത്തിൽ അത് എഴുതപ്പെട്ട കാലഘട്ടത്തിലൊന്നും രേഖ. പ്രിന്റ് മീഡിയ ഉപയോഗിക്കാമെങ്കിൽ, അതിന് മനോഹരമായിട്ടുള്ള ബൈറ്റ് ഇടാമെങ്കിൽ, അതിന് വലിയ സിപ്പൊക്കെ വെച്ച് കവർ ഇടാമെങ്കിൽ നിങ്ങൾക്ക് മീഡിയ ഉപയോഗിച്ച് ഈ മാധ്യമത്തിലൂടെ സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ട് ഇടവരട്ടെ. എൻ്റെ സമയം മുന്നോട്ട് പോവുകയാണല്ലോ. അടുത്ത വാക്യത്തിലേക്ക് കയറുവാനായിട്ട് നിർത്തുവാൻ. 2ാമത്തെ ഭാഗം എന്ന് പറയുന്ന അവർ ലിബറേഷൻ ബൈ ദി സ്പിരിറ്റ്. അവിടുത്തെ പ്രഖ്യാപനം എന്ന് പറയുന്നത് നോ ബോണ്ടേജ്, ബന്ധനമൊന്നുമില്ല. ആ വാക്യം ഒന്ന് വായിക്കട്ടെ. 2ാമത്തെ വാക്യം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കും. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കും. പരിശുദ്ധാത്മാവിനാൽ ലഭ്യമായിരിക്കുന്ന വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. The law of the spirit of life in Jesus Christ has made me free from the law of sin and death. 7-ാം അധ്യായത്തിലെ വിഷയം എന്തായിരുന്നു? കരച്ചിലിന്റെ കാരണം എന്തായിരുന്നു? ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ അല്ലെ. എന്റെ അവയവങ്ങളിൽ വേറൊരു പ്രമാണം ഞാൻ കാണുന്നുണ്ട്. അതെന്റെ അവയവങ്ങളുടെ പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. എന്നെ പിടിച്ചു കെട്ടുകയാണ്, എന്നെ റെസ്ട്രിക്ട് ചെയ്യുകയാണ്. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നുവെങ്കിൽ എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. ഓക്കെ, ഞാൻ ഇച്ഛിക്കുന്നതിനെ ചെയ്യുന്നില്ല, ഞാൻ ചെയ്യാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ
ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ബോണ്ടേജ്, ബന്ധനം, സ്ട്രഗിൾസ്, കോൺഫ്ലിക്ട്സ്, ഇതെല്ലാമായിരുന്നു പൗലോസിന്റെ വിശ്വാസ ജീവിതത്തിലുള്ള ഡെയിലി, ദൈനംദിന ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന സ്ട്രഗിൾസ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നോക്കിക്കോളൂ, 8-ാം അധ്യായം 2-ാം വാക്യം, ദേ ആ കരച്ചിലിനൊക്കെ ഒരു പരിഹാരം അവിടെ നൽകിയിരിക്കുകയാണ്. ദർ ഇസ് എ സൊല്യൂഷൻ. നിങ്ങളുടെ കരച്ചിലിന് ഇതാ ഒരു പരിഹാരമുണ്ട്. എന്താ പരിഹാരം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുക. freed us from the law of sin and death. നമുക്ക് സ്വാതന്ത്ര്യം നൽകി. 8-ന്റെ 2-ാം വാക്യം എന്താ? ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ. 7-ന്റെ 2-ാം വാക്യത്തിൽ ന്യായപ്രമാണത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. 6-ന്റെ 18-ാം വാക്യത്തിൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായിത്തീർന്നു. പാപത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. freed us from the bondage. മനുഷ്യൻ ബന്ധനത്തിലാണ്, എന്നാൽ അവരത് അറിയുന്നില്ല. പാപത്തിന്റെ ബന്ധനം എന്ന് പറയുന്നത് അവർ തിരിച്ചറിയുന്നില്ല. ഓരോ ദിവസവും തങ്ങളെ വലിഞ്ഞു പൊറുക്കുന്ന പാപത്തിന്റെ അവസ്ഥ അവർ തിരിച്ചറിയുന്നില്ല. വി ടോക്ക് മച്ച് അബൌട്ട് ഫ്രീഡം. ഇന്ന് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നു. ഏത് വേദികളിലും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, എക്സ്പ്രഷന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, LBST കാറ്റഗറിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒക്കെ നാം വാതോരാതെ സംസാരിക്കും. എന്നാൽ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് അവർ യാത്ര ചെയ്യുമ്പോൾ തന്നെ അവർ അറിയാതെ കടന്നു പോകുന്ന ഒരു ബന്ധനത്തെക്കുറിച്ച് അവർ തിരിച്ചറിയുന്നില്ല. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പാപത്തിന്റെ ബന്ധനത്തിലാണ്, എന്നാൽ അവരത് തിരിച്ചറിയുന്നില്ല. യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ കർത്താവ് അവരോട് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ താഴോട്ടുള്ള വാക്യം, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി യഹൂദന്മാർ തിരിച്ചു പറയുകയാണ്, ഞങ്ങൾ ആർക്കും ദാസന്മാരായിരുന്നിട്ടില്ല, ഞങ്ങൾ ആർക്കും അടിമകളായിരുന്നിട്ടില്ല. നുണ പറയുക. ഈ പറയുന്ന സമയത്തും റോമൻ ഗവർണറാണ് അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്, ഞങ്ങൾ ആർക്കും ദാസന്മാരൊന്നുമല്ല. ഓക്കെ, കർത്താവ് അവരോട് പറയുന്ന ഒരു കാര്യമാണ്, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസനാണ്. നിങ്ങൾ അടിമത്തത്തിലാണ്. ആരെ നോക്കിയ യഹൂദ മതവർഗത്തെ അല്ലെങ്കിൽ ആ മത മേലാളന്മാരെ നോക്കി, അല്ലെങ്കിൽ വചനം അറിയുന്ന, തിരുവഴുത്ത് അറിയുന്ന ആ സമൂഹത്തെ നോക്കി പറയുകയാണ്. കർമ്മങ്ങൾ, ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന ആ സമൂഹത്തെ നോക്കി പറയുകയാണ്, നിങ്ങൾ അടിമത്തത്തിലാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസനാകുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയില് സാക്ഷാൽ സ്വതന്ത്രം, നാം സ്വതന്ത്രരോ? വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ഇത് വളരെ അർത്ഥവത്താണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് അവിശ്വാസികളോട്. വിശ്വാസികളോടുള്ള ബന്ധത്തിലും ഈ ഫ്രീഡത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് ഗലാത്യർ ലേഖനം എന്നൊരു ലേഖനം തന്നെയുണ്ട്. ആ ലേഖനം ക്രിസ്തുയേശുവിലുള്ള സ്വാതന്ത്ര്യത്തെ വിളിച്ചറിയിക്കുന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ആ ലേഖനം ഇതിനു മുമ്പ് സൺഡേ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വിശ്വാസികൾ ക്രിസ്തുവിൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വലിയ വിശദീകരണമാണ് ഗലാത്യ ലേഖനത്തിൽ. ലെറ്റർ ഓഫ് ലിബറേഷൻ, ഗലാത്യ ലേഖനം. അതിന്റെ 5 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ നോക്കിയാൽ എന്താ? ഫ്രീഡം ഫ്രം റിച്വൽസ്, ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ഇന്ന് നാം അനുഭവിക്കുന്നുണ്ടോ? നമ്മെ എവിടെയെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒക്കെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ചിന്താ പ്രക്രിയയിലോ, നമ്മുടെ ആത്മീയ ജീവിതത്തിലോ, നമ്മുടെ ദൈനംദിന ജീവിതത്തിലോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അനുഷ്ഠാനം എന്നെ തടയുന്നുണ്ടോ?
ഇങ്ങനെ ചെയ്താലേ അത് ശരിയാകത്തുള്ളൂ, ഇങ്ങനെ ചെയ്തെങ്കിലേ അത് ദൈവപ്രസാദമാകുകയുള്ളൂ. റിച്വലിസ്റ്റിക് ചിന്താഗതി. അതിൽ നിന്ന് ദൈവം നമ്മെ സ്വാതന്ത്ര്യം 5:1 മുതൽ 6 വരെ അതാണ് പറഞ്ഞത്. ഗലാത്യ ലേഖനം 5-7 മുതൽ 12 വരെ ലീഗലിസത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ന്യായപ്രമാണ ആചരണങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ആചാരവൽക്കരണത്തിലുള്ള സ്വാതന്ത്ര്യം ദൈവമക്കൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ക്രിസ്തു നിങ്ങളെ സ്വാതന്ത്ര്യത്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. വീണ്ടും അടിമനുഭവത്തിൽ കുടുങ്ങിപ്പോകരുത്, അടിമനുഭവത്തിൽ കുടുങ്ങിപ്പോകരുത്. ഇപ്പോഴും നമ്മൾ ലീഗലിസ്റ്റിക് ചിന്താഗതി വച്ച് പുലർത്തുന്നുവെങ്കിൽ ആത്മാവുള്ള സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നില്ല. നാം ഏതിന് അടിമകളാണ്? ലീഗലിസത്തിന് അടിമകളാണ്, ചട്ടങ്ങളും നിയമങ്ങൾക്കും അടിമകളാണ്. മൂന്നാമതായിട്ട് അതിന്റെ 5-ാം അധ്യായം 13 മുതൽ 26 വരെ ഫ്രീഡം ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിലുള്ള സ്വാതന്ത്ര്യം. അത് നാം ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഓക്കെ. മറ്റൊന്ന് ആത്മീക ബന്ധനങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ. ഈ നിലയില് ദൈവമക്കൾക്ക് ദൈവം വച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ വിവിധ തലങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നാം സാക്ഷാൽ സ്വതന്ത്രരോ എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദി സ്പിരിറ്റ് ഓഫ് ലൈഫ് മെയ്ഡ് us ഫ്രീ. പരിശുദ്ധ ജീവന്റെ ആത്മാവ് അല്ലെ, ദ സ്പിരിറ്റ് ഓഫ് ലൈഫ്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, അത് നമ്മെ സ്വതന്ത്രരാക്കി. ഇത് ആത്മാവിന്റെ പ്രവർത്തനങ്ങളിലൂടെ ദൈവമക്കൾ ലഭ്യമാകുന്ന സ്വാതന്ത്ര്യം. പഴയ നിയമത്തിലെ കൽപ്പനകൾ നൽകുമ്പോൾ തന്നെ ദൈവം അവരെക്കുറിച്ച് ഉദ്ദേശിച്ചത്, ഞാൻ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതിയിട്ട് അവരെ എൻ്റെ കൽപ്പനകളിൽ, എൻ്റെ ചട്ടങ്ങളിൽ ഞാൻ അവരെ നടക്കുമാറാക്കും. ദൈവം ഉദ്ദേശിച്ചത് കല്ലുകളിൽ എഴുതിയ ശുശ്രൂഷ കൊണ്ട് ആ എഴുത്തിന്റെ ബലത്തിൽ നടക്കണമെന്നല്ല, പിന്നെയോ ആത്മാവിനാൽ ദൈവത്തെ അനുസരിക്കുവാൻ, ഈ കൽപ്പനകളെ അനുസരിക്കാൻ, ഹൃദയാത്മന അതിനെ അനുസരിക്കുവാനായിട്ട് അവർ ഉത്സാഹിക്കണമെന്ന്. എന്നാൽ അവർ ആ ചട്ടങ്ങളിലും എഴുത്തുകളിലും അതിൽ കൂടുതൽ നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കി അതിന്റെ പിന്നാലെ പ്രവൃത്തിയിലൂടെ, സ്വയനീതിയിലൂടെ രക്ഷ പ്രാപിക്കാൻ ശ്രമിച്ചു. അതവർക്ക് അപ്രാപ്യമായിരുന്നു. അങ്ങനെ അവർ ദൈവം അവരെക്കുറിച്ച് ഉദ്ദേശിച്ച ആ ഒരു നിലവാരത്തിൽ നിന്ന് അവർ വീണുപോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഈ അധ്യായത്തിൽ ആത്മാവിന്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ കുറിച്ച് തന്നെ നമ്മൾ ധാരാളം ചിന്തിച്ചിട്ടുണ്ട്. ഫ്രീഡം ഫ്രം ദി സിൻ ആൻഡ് ഡെത്ത് 8-2-3 വാക്യങ്ങൾ നമ്മൾ കണ്ടു. ഓക്കെ. 4-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം ഫുൾഫിൽ ചെയ്യാനായിട്ട് എന്നെ സഹായിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെയാ? നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട്, വിശ്വാസിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം അനുഷ്ഠിക്കുവാനായിട്ട്, അത് ആചരിക്കുവാൻ, അത് ഫുൾഫിൽ ചെയ്യുവാനായിട്ട് നമ്മെ സഹായിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. മാത്രമല്ല, നമ്മിൽ രൂപാന്തരം വരുത്തിയിട്ട്, ഉള്ളിൽ നിന്ന് രൂപാന്തരം വരുത്തിയിട്ട്, ട്രാൻസ്ഫോം ചെയ്തിട്ട് ക്രിസ്തുവിനോട് അനുരൂപരാക്കി തീർക്കുന്ന, ദൈവത്തിന്റെ മക്കളായിട്ട് ജീവിക്കുവാൻ, പുത്രത്വത്തിന്റെ സകല അനുഭവങ്ങളും അനുഭവിക്കുന്ന, ദാസ്യത്വത്തിന്റെ അല്ല, പുത്രത്വത്തിന്റെ, ആ അഡോപ്ഷന്റെ, ദൈവമക്കൾ എന്നുള്ള ആ പദവി, അത് ശരിക്കും ആനന്ദത്തോടെ അനുഭവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ആത്മാവ്, അത് ഫ്രീഡം. ഓക്കെ. അനേക കാര്യങ്ങളുണ്ട്. മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവ് ഉറപ്പുവരുത്തുന്ന ഒരു കാര്യങ്ങളുണ്ട്. എന്താ? അവനെ കൊണ്ടല്ലോ വീണ്ടെടുപ്പ് നാളിനായി നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത്. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അച്ചാരമായിട്ടോ മുദ്രയായിട്ടോ ഒക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ അധിവാസമായിട്ടോ ഒക്കെ നൽകിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? അതിന്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല. എന്താ? വീണ്ടെടുപ്പ് നാളിനായി കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർത്തെഴുന്നേൽക്കും. അന്ത്യകാഹള നാദത്തിങ്കൽ നാം എല്ലാവരും, മരിച്ചവരെല്ലാവരും, മരിച്ച വിശുദ്ധന്മാരെല്ലാവരും, എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും, എന്താ? ക്രിസ്തുവിൽ മരിച്ചവരെല്ലാവരും. ആരാ ക്രിസ്തുവിൽ മരിക്കുന്നത്? ക്രിസ്തുവിലുള്ളവരാണ് ക്രിസ്തുവിൽ മരിക്കുന്നത്.
ക്രിസ്തുവിലുള്ളവർ നീതീകരിക്കപ്പെട്ടവരാണ്. അങ്ങനെ നീതീകരിക്കപ്പെട്ട എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. എങ്ങനെയാ ഉയർത്തെഴുന്നേൽക്കുന്നത്? യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ദൈവം അവനെ കൊണ്ട് നിങ്ങളെയും എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽപ്പിക്കും. ഓ, ദൈവത്തിന്റെ സ്തോത്രം. ഗ്ലോറിഫിക്കേഷൻ, പുനരുത്ഥാനത്തിന്റെ, രൂപാന്തരത്തിന്റെ ഉറപ്പ് നൽകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അത് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നു. ഓക്കെ, റോമാലേഖനം 6:63 വാക്യത്തിൽ ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആത്മാവിന്റെ ഒരു ദൗത്യമാണ് ജീവിപ്പിക്കുക. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആത്മാവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിരിക്കുന്നത് ജീവന്റെ ആത്മാവ്. ഈ ആത്മാവ് ഈ പറഞ്ഞതുപോലെ ഒരു ശക്തിയാൽ എന്ന് ചിന്തിക്കുന്ന അനേകർ. ആത്മാവ് ഒരു ശക്തിയാണ്. ഇലക്ട്രിസിറ്റി പോലെയോ കാറ്റ് പോലെയോ, കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഊതുന്ന ഒരു ഊത്താണ് എന്നൊക്കെ ചിന്തിക്കുന്നത്. ഇല്ല, ജീവൻ പ്രദാനം ചെയ്യുന്ന ജീവനുള്ള ആത്മാവ്. അതിന് തന്നെ ക്രിസ്തുവിന്റെ ആത്മാവെന്നും പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ ആത്മാവെന്നും പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് മൂന്നല്ല, ഇത് പരിശുദ്ധാത്മാവും ദൈവം തന്നെയാണ്. ഓക്കെ, ആ നിലയില് ആത്മാവിന്റെ ഇടപെടലിലൂടെ ജീവിതങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുക. തീത്തോസിന്റെ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ മേൽ ധാരാളമായിട്ട് പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ വീണ്ടും ജന്മം തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ്. 8:10 വാക്യത്തിൽ ആത്മാവിന്റെ അധിവാസം ഉറപ്പാക്കുകയാണ്. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ഓഹോ, ശ്രദ്ധിച്ചോണേ. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ, നിങ്ങൾ ക്രിസ്തുവിലുള്ളവരാണെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതാകുന്നു എങ്കിലും എന്താ? ആത്മാവ് നീതി നിമിത്തം ജീവനത്രേ. പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തോടുള്ള ബന്ധത്തിൽ അതിന് സാങ്കത്യമുണ്ട്. 8:11 വാക്യത്തിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ റോൾ ഓഫ് ഹോളി സ്പിരിറ്റ് ഇൻ റിസറക്ഷൻ. ആത്മാവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. സാധിക്കുമെങ്കിൽ ഒരു താരതമ്യ പഠനം നിങ്ങൾ നടത്തിക്കോളൂ. റോമാലേഖനവും ഗലാത്യനെയും രണ്ടിന്റെയും പ്രധാനപ്പെട്ട വിഷയം ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ആണ്. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ആണ്. അവിടെ ഈ സ്വാതന്ത്ര്യത്തിന്റെ ആ പാരലൽ തീംസ് നമുക്ക് രണ്ടിടവും കാണുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. 2 വാക്യങ്ങളെ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ ലഭ്യമായിരിക്കുന്ന നീതീകരണവും ദൈവാത്മാവിന്റെ സഹായത്താൽ ക്രിസ്തുയേശുവിലൂടെ ലഭ്യമായിരിക്കുന്ന ആ സ്വാതന്ത്ര്യവും ഇവിടെ വാഗ്ദാനം ചെയ്യുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. 7-ാം അധ്യായത്തിൽ അനുഭവിച്ച എല്ലാ ഞരക്കത്തിന്റെയും എല്ലാ വിലാപത്തിന്റെയും ഒരു പരിസമാപ്തി ദൈവത്തിന്റെ ആത്മാവിലൂടെ ദൈവം തന്റെ മക്കൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഇനി മുന്നോട്ട് നാം പോകുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിലൂടെ, ആത്മാവിനെ കീഴടങ്ങിയിരിക്കുന്നതിലൂടെ, ആത്മാവിന്റെ ചിന്തകളിലൂടെ, ആത്മാവിനാൽ ജഡത്തെ മരിപ്പിക്കുന്നതിലൂടെ 7-ാം അധ്യായത്തിലെ വിലാപങ്ങളൊക്കെ മാറ്റുവാൻ സാധിക്കും. പരാജയങ്ങളൊക്കെ മാറ്റുവാൻ സാധിക്കും. എന്നെ ബദ്ധനാക്കി കൊണ്ടുപോകുന്ന പ്രക്രിയയിൽ നിന്ന് നമുക്ക് ഒരു വിജയ ജീവിതം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കും. ഈ വചനഭാഗങ്ങൾ വീണ്ടും വീണ്ടും വിചിന്തനം ചെയ്യുവാൻ, അതിൽ നിന്ന് ആത്മീക ഉന്മേഷം പ്രാപിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാൻ, ഉത്തരവാദിത്വമുള്ളവരായിട്ട് വിശ്വാസ ജീവിതം നയിക്കുവാനും ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. അവന്റെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.